റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് എടുക്കാൻ വേണ്ടി വരുന്നു. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് വരാം. അതിനു മുമ്പേ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയൊരു സംഭവമുണ്ട്. നമ്മളെ എല്ലാം ദൈവം വിളിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും. നമ്മളെ ആരും ദൈവം വെറുതെ വിളിച്ചിട്ടില്ല. നമ്മൾ ഈ ദൈവകൃപ അനുഭവിച്ച് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ എല്ലാ ദൈവ കുഞ്ഞുങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ വിളിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചതിന്റെ മുന്നിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തേക്കുക. ദൈവത്തിന്റെ ഒരു പദ്ധതിയും പ്ലാനും ഉണ്ട്. അതാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ എടുത്തത്. നിങ്ങളെ തെരഞ്ഞെടുത്തത് കർത്താവ് തെരഞ്ഞെടുത്തത് വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലായിരിക്കും ദൈവത്തെങ്കിലേക്ക് വന്നത്, ഒരു പ്രാർത്ഥനയിലേക്ക് വന്നത്. പക്ഷെ ദൈവമാണ് നമ്മളെ കണ്ടത് നിങ്ങൾ ഫലം കായ്ക്കാനും ഫലം നിലനിൽക്കാനും. ഹല്ലേലൂയ. വെറുതെ കർത്താവിലേക്ക് വന്ന് ജനിച്ച് ജീവിച്ച് മരിക്കാനല്ല, ഒരു ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് ദൈവത്തിന് വ്യത്യസ്തമാണ്. എന്നെ കണ്ടത് ഒരു രീതിയിൽ, നിങ്ങളെ കണ്ടത് വേറൊരു രീതിയിൽ. ഓരോരുത്തരെയും അവരവരുടെ മേഖലയിൽ അവരവരുടെ മണ്ഡലത്തിൽ വ്യത്യസ്തമായ ഫലം കായ്ക്കുന്നവരായി മാറാൻ എൻ്റെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി നമുക്ക് മുന്നേറാൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫലമുണ്ടാകാൻ, അല്ലെങ്കിൽ ആ ഫലം നിലനിൽക്കാൻ, പലർക്കും വിടുതൽ കിട്ടുന്നുണ്ട്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ നിലനിർത്താൻ പറ്റുന്നില്ല, ജീവിതത്തിൽ അത് മുന്നേറ്റാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഹല്ലേലൂയ. അതിനാണ് ഏറ്റവും കഴിഞ്ഞ ആഴ്ച നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഇന്നത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അത് പറയാൻ പോകുന്നത്. ഇനി ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് 1 കൊരിന്ത്യർ 1:9 ഇങ്ങനെ പറയുന്നു, തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്, ഫെലോഷിപ്പിലേക്കാണ് വിളിച്ചത്. അത് ദൈവ കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ ബന്ധമാണ്. ഈ കൂട്ടായ്മയുടെ ജീവിതം ഇല്ലെങ്കിൽ നമുക്ക് വളരാനും പറ്റത്തില്ല, അഥവാ ഒരു ഫലം കിട്ടിയാൽ അത് നിലനിൽക്കാനും പറ്റത്തില്ല. കൂട്ടായ്മയിൽ നിന്ന് ഒരു സംഭവം കിട്ടി. ഇപ്പൊ താങ്കൾ ആലോചിക്കുക, ഇപ്പൊ നമ്മളിപ്പോ മാങ്ങയുടെ സീസൺ അല്ലെങ്കിൽ ചക്കയുടെ സീസൺ, ഹല്ലേലൂയ, അത് വളർന്നങ്ങോട്ട് കഴിഞ്ഞ് ഒരു ഇച്ചിരി ഒന്ന് ഫലമായി ഒന്ന് ആയി വന്നു, രൂപമായി വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഫലത്തിന് ചിന്തിക്കുക, ഞാൻ ഇത്രയായി, ഞാൻ അങ്ങ് നിന്നോളാന്ന് പറഞ്ഞ് ആ മെയിൻ തടിയുന്ന അതങ്ങ് മാറിയാലോ, കൊപ്പങ്ങ് മാറിയാലോ, നിമിഷ നേരത്തിനകം 2-3 ദിവസത്തിനകം ആ ചക്കയോ മാങ്ങ എന്ത് ചെയ്യും? വാടി നശിക്കും എന്ന് പറയുന്ന പോലെ ഒരിക്കൽ ദൈവത്തോട് നിന്നൊരു ഫലം കായ്ച്ച് മാറ്റം ഉണ്ടായി, അതുകൊണ്ട് തീർന്നില്ല. അത് നിലനിൽക്കണമെങ്കിലും ഈ കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ഫെലോഷിപ്പ്, അവന്റെ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. അതാ ക്രിസ്ത്യ ജീവിതം മറ്റു മതസ്ഥരെക്കാൾ അപ്പുറമായി ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രത്യേകത. ഇതൊരു ഫെലോഷിപ്പ് ലൈഫാണ്, ഒരു കൂട്ടായ്മ ജീവിതമാണ്. കൊലോസ്യർ 2:6 നിങ്ങൾ അത് എടുക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം എടുത്താൽ മതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കൊലോസ്യർ 2:6 എന്ന് പറയുന്നത്, ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ. അപ്പൊ യേശുവിനെ നമ്മൾ സ്വീകരിച്ചു, ഇനി എന്തോ ചെയ്യണം? സ്വീകരിച്ചു മതി, കാര്യം റെഡിയായി. എന്റെ വിഷയത്തിന് അല്പം വ്യത്യാസമായി. അല്ല, അവന്റെ കൂട്ടായ്മയിൽ, അതിന്റെ അർത്ഥം എന്താ? അത് കണ്ടിന്യൂസ് പ്രോസസ്സാ, ഒരിക്കൽ നടക്കണമെന്നല്ല. ആ കൂട്ടായ്മ നടന്നു വേണം അവനിൽ വേരൂന്നി ആത്മീയ വർധന. അപ്പം വേരൂന്നണം, എന്നാലേ വളരാൻ പറ്റൂ, വളർന്നാലേ ഫലം ഉണ്ടാവും, അത് വീണ്ടും നിലനിന്നാലേ ഫലം നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഗൗരവമായി ശ്രദ്ധിച്ചോണ്ട് നമ്മുടെ ജീവിതം നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം വരണമെങ്കിൽ ക്രിസ്തീയ ജീവിതം മതത്തിന്റെ ജീവിതമല്ല, വെന്നൊരു ചടങ്ങും കാര്യങ്ങളും ചെയ്തു പോകുന്നതല്ല. ഇതൊരു കൂട്ടായ്മ ബന്ധത്തിന്റെ ജീവിതമാണ്.
സൺഡേയിൽ വന്നു ഓഫറിംഗ് കൊടുത്തു, 2 പാട്ട് പാടി, അതിനെ നമ്മൾ ഇത് ചെയ്തു, കരമുക്കി. ഓക്കെ, ഇതൊക്കെ നല്ലതാ, ഇതൊക്കെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ പാട്ടാണ്. പക്ഷെ ചടങ്ങ് അതാണ്. പലർക്കും, പല ദൈവമക്കൾക്കും എല്ലാവരും നല്ല രീതിയിലാണ് ഇറങ്ങിത്തിരിച്ച് കുറെ കഴിയുമ്പോൾ ഇതെല്ലാം ഒരു ചടങ്ങായിട്ട് തോന്നി കഴിയുമ്പോൾ പ്രത്യേകത, ദൈവം വിളിച്ച പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാതെ അഥവാ ഫലം കായ്ച്ചാലും നിലനിൽക്കാൻ പറ്റാതെ പോകും. പക്ഷെ ഇതിനൊന്നുമല്ല, ഇതൊക്കെ അതിന്റെ പാട്ടാണ്. ആ ഫെലോഷിപ്പിലേക്ക്, ആ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്, അവനോട് ചേർന്ന് ഫലം കായ്പാൻ. അതാ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും സാധിക്കത്തില്ല. അതിന് നമ്മൾ എന്തോ ചെയ്യണം? ഏറ്റവും നമ്മളെല്ലാം ഇതാ ബൈബിളാണ്. ഈ രക്ഷിക്കപ്പെട്ട് പത്രോസിന്റെ പ്രസംഗം കേട്ട് പെന്തക്കോസ്തിന്റെ നാളിൽ കുത്തുകൊണ്ട് രൂപാന്തരപ്പെട്ട് ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട ഒരു സമൂഹമുണ്ട്. ഒരു 10,000 പേര് പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. അത് ഒരുത്തിനോടുള്ള വാഗ്ദത്തമാണ്. വിളിച്ചിറക്കുമ്പോ പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം. മീനെ പിടിക്കുന്ന നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം. പക്ഷെ ജീവിതത്തിൽ മനുഷ്യനെയും പിടിക്കാൻ പറ്റാതെ വീണ്ടും മീൻ പിടിക്കാൻ പോയി വീണ്ടും കിട്ടാത്തൊരവസ്ഥയാണ്. പക്ഷെ പെന്തക്കോസ്തിന്റെ നാളിൽ ആത്മാവിന്റെ കാറ്റിറങ്ങി വന്ന്, ആത്മശക്തി ഇറങ്ങി വന്നപ്പോൾ പരാജയപ്പെട്ടവന്റെ മേൽ ആത്മപകർച്ച വെളിപ്പെട്ടപ്പോൾ അവൻ ജയാളിയായി. എന്നിട്ട് അവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൽ 3000 സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർത്തു. ഇന്ന് പകൽ നിന്നോടൊരു ദൂതുണ്ട്, ഇതുവരെയും നടന്നിട്ടില്ലെങ്കിൽ നിന്നോട് ഇന്ന് പകൽ ഇതിൽ നിന്നൊരു ദൂത് പറയുന്നു. ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. ആത്മാവ് തൊട്ടാൽ നിന്റെ വാഗ്ദത്തത്തെ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ, ആത്മശക്തി നിഴലിടുമ്പോൾ നിന്നോട് എന്റെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ജനിക്കും, അത് നടക്കും. കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തേ. അതാണ് ശൈശവ പ്രായത്തിലെ സഭ. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2:42 ഒന്ന് വായിച്ചു സിസ്റ്ററെ. 41-ഉം 42-ഉം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി Acts chapter 2 verse 41 and 42. അപ്പോസ്തല പ്രവൃത്തി 2:41-42. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്തത് ഇതാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം ശൈശവ പ്രായത്തിന്റെ സഭ, ജനിച്ചു വീണ സഭ, സ്നാനപ്പെട്ടവർ എന്തോ ചെയ്തു, അതാണ് അറിയേണ്ടത്. അന്ന് അവർ അത് ചെയ്തുകൊണ്ടാണ് പലരും തകർക്കാൻ നോക്കിയിട്ടും 2000 വർഷങ്ങളായിട്ടും ഇന്നും കത്തിയോടെ ജ്വലിച്ചു നിൽക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ കത്തുകത് ഇന്ന് പകലും ഈ 12 മണി സമയത്ത് പുനലൂരിലും ഈ വചനം പ്രസംഗിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, എന്തോ ഒരു വില കൊടുത്തു. ഞാൻ പറയാം, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമ്മിൽ തുടങ്ങുന്നതും നമ്മിൽ ഇടുന്ന സ്പാർക്കും നമ്മൾ തരുന്നൊരു ദൂതും നമ്മളിൽ തരുന്നൊരു നിയോഗവും വെറുതെ ആയി തീരത്തില്ല. ഇച്ചിരി ഒന്ന് കഴിഞ്ഞോട്ടെ, ചില വർഷം ഒന്ന് കഴിഞ്ഞോട്ടെ, നീ കാണാൻ പോകുക ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില മിറക്കിൾ ദൈവം ചെയ്യും. ഈ ദൈവരാജ്യത്തിന്റെ മർമ്മം ചെറുതാ. അതായി കടുകുമണിയോ എന്തോ അറിയത്തില്ല, ആത്മാവ് എന്റെ ദൂതിനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഹാലലുയ, എന്തോ ആരോ ഇതിനകത്ത് പിടിച്ചെടുക്കാനുണ്ട്. ഹാലലുയ, കടുകുമണിയാ ഇടുമ്പോ വിത്തിൽ ഏറ്റവും ചെറുതാ. കണ്ണ് തെറ്റിയാ എവിടെയും തറയെ പോകും. പിന്നെ മണ്ണിന്റെ കൂട്ടത്തിലായ എവിടാന്ന് പോലും പിടി കിട്ടത്തില്ല. പക്ഷെ ഇച്ചിരി ചെറുതാണെങ്കിലും ദൈവരാജ്യത്തിന്റെ കിങ്ഡം ഓഫ് ഗോഡിന്റെ പ്രിൻസിപ്പൽ ഇടുന്നത് തുടക്കം, നിന്റെ ആരംഭം ചെറുതാണെങ്കിലും കയ്യിലുള്ളത് ചെറുതാണെങ്കിലും ദൈവരാജ്യത്തിൽ വിതച്ചാൽ കടുകുമണിയാണെങ്കിലും അത് വളരും, വൻ വൃക്ഷമായി വളരൂ. ഇന്ന് പകൽ ചിലതിനോടുള്ള ദൂത ഉള്ളത് നിന്റെ കടുകുമണിയായിരിക്കാം, നീ ചെറിയ അവസ്ഥയായിരിക്കാം, പക്ഷെ ദൈവരാജ്യത്തിന്റെ മർമ്മം അത് അവിടെ വിതയ്ക്ക്, കാത്തിരിക്ക്, വളരൂ. അയ്യോ ചെറുതാണല്ലോ, ഇച്ചിരിയേ ഉള്ളല്ലോ, ഭാരപ്പെടരുത്, വളരും. അങ്ങനെ വളരാൻ എന്താ അവർ ചെയ്തത്? അടുത്ത 42 കാണിച്ചേ, 42 വായിച്ചേ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കിട്ടും, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കണ്ടിന്യൂ ചെയ്തു. എന്തൊക്കെയായിരുന്നു? ഇംഗ്ലീഷ് പറയും, എവരി ബിലീവർ വാസ് ഫെയ്ത്ത്ഫുള്ളി ഡിവോട്ടഡ് ടു
ടീച്ചിങ്, അപ്പോസ്തലന്മാരുടെ ഉപദേശ വചനത്തിൽ അപ്പോസ്തലന്മാർ എന്തു പറഞ്ഞു? നമുക്കറിയാം ലേഖനങ്ങളിൽ എന്ത് കാണുന്നു? അപ്പോസ്തലന്മാരുടെ വചനത്തിൽ തന്നെ തുടർന്നു, വചനത്തിൽ നിന്നു. അവര് കൂട്ടായ്മ ആചരിച്ചു, ഫെലോഷിപ്പ്. വ്യക്തികൾ തമ്മിലും സഭ ഒന്നിച്ചുള്ള കൂട്ടായ്മ. കൂട്ടായ്മയുടെ ഒക്കെ ബലം കണ്ടോ? എന്നിട്ട് അപ്പം നുറുക്കി, ബ്രേക്കിംഗ് ബ്രെഡ്, കമ്മ്യൂണിയൻ ഒന്നിച്ച്, പ്രാർത്ഥന കഴിച്ചു. ഒരിക്കൽ കഴിച്ചെന്നാണോ? കണ്ടിന്യൂ ചെയ്തു. സ്നാനപ്പെട്ടവർ എന്ത് ചെയ്തു? വചനത്തോടെ ദിനം പ്രതി അപ്പോസ്തലിക് ഡോക്ട്രിൻ ആൻഡ് ഫെലോഷിപ്പ്. എല്ലാ വിശ്വാസികളും അപ്പോസ്തലന്മാർ പറയുന്നത് കേൾക്കാൻ കൂടി വന്നു. ആ വചനത്തിൽ തുടർന്നു. പ്രാർത്ഥന, അപ്പം നുറുക്കി, കൂട്ടായ്മ. ഇത് തുടരുന്നതും സഭ വളരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തോ വേണ്ടേ? സ്നാനപ്പെട്ടാൽ എന്തിൽ തുടരണം? വചനത്തിൽ, പ്രാർത്ഥനയിൽ, കൂട്ടായ്മയിൽ തുടരണം. ഇതില്ലെങ്കിൽ വളരാൻ പറ്റത്തില്ല. ഇനി അഥവാ ഫലം കായ്ച്ചാൽ അത് നിലനിൽക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയും, ഇത് അത്യാവശ്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവമായിട്ടൊരു കൂട്ടായ്മ, ഫെലോഷിപ്പ് നമുക്കുണ്ടായിരിക്കണം. ഒരിക്കൽ പറഞ്ഞതാ, ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ദൈവമായിട്ട് പ്രാർത്ഥനയിലും വചനധ്യാനവും ഇല്ലെങ്കിൽ വളരാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല, ഫലം കഴിക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ഒരു 4 ആഴ്ചയായി വ്യത്യസ്തമായ ദൂത്, 4 മുതൽ വ്യത്യസ്തമായ ദൂത് നിങ്ങൾക്ക് തന്നു, പ്രവചന ശബ്ദം തന്നു. പലരും കഴിഞ്ഞ ആഴ്ചകളിൽ അസാധാരണമായ ദൈവശക്തി അനുഭവിച്ചു. ഇത് നിലനിൽക്കാനും അതിൽ വളരാനും വിടുതൽ ഏറ്റെടുക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂട്ടായ്മ ബന്ധം കളയരുത്. ഹല്ലേലൂയ. ഞാൻ അതിനൊരു കാര്യം പറഞ്ഞു. അതിന് സിമ്പിൾ ഒരു വാക്ക് പറയാം, ടൈം എലോൺ വിത്ത് ഗോഡ്. ഞാനും എന്റെ ദൈവമായിട്ടുള്ള പ്രത്യേകമായ ഒരു സമയം അത് കണ്ടെത്തിയിരിക്കണം. അതിന് ഇംഗ്ലീഷിൽ ഞാനൊരു കാര്യം പറഞ്ഞു, ആഡ്സ്, ACTS-M, എങ്ങനെ ഇരിക്കണം? എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഒരു സമയം കണ്ടെത്തണം. എന്ന് പറഞ്ഞ അഡോറേഷൻ, ദൈവത്തിന് മഹത്വം കൊടുക്കണം, ഒരു ആരാധന. ദൈവസന്നിധി വരുമ്പോ ഈ ആദ്യമേ പ്രാർത്ഥിക്കാനും ബൈബിളൊക്കെ വായിക്കാനിരിക്കുമ്പോഴാ മനസ്സിലായല്ലോ ഇപ്പൊ എന്തുവാന്ന്. ആദ്യ മിനിറ്റുകൾ കർത്താവ് നിർത്ത്, ദൈവത്തെ ദൈവം ഒന്നോർത്ത് ഒരു 5 മിനിറ്റ് ഒരു പാട്ടിന്റെ ഏതെങ്കിലും ലൈൻ പാടി ഒന്ന് ആരാധിക്കാമോ? നിങ്ങൾ പരിസരം മറക്കും. കൺഫഷൻ, ഇതങ്ങോട്ട് പാടി അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില ഇത് വരും. കർത്താവ് എന്റെ ജീവിതത്തിൽ കുറവ് പറ്റി. കൺഫഷൻ, അല്പസമയം കുറവുകളെ ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞ്, എനിക്ക് വേണ്ടി രക്തം കാൽവരി യാഗമായല്ലോ, കുറവുകളെ ഏറ്റുപറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച്. കൺഫഷൻ. ആഡ്സിന്റെ T, താങ്ക്സ് ഗിവിംഗ്. ഏറ്റവും വളരെ കർത്താവ് ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി കരയറ്റണം. ഇത് ചെയ്യുമ്പോ തന്നെ എത്ര മിനിറ്റ് പോയെന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. ദൈവത്തിന് ആരാധന കൊടുത്ത് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ആഡ്സിന്റെ T, താങ്ക്സ് ഗിവിംഗ്, നന്ദി കരയറ്റം. ഇത് കഴിഞ്ഞിട്ട് വേണം സപ്ലിക്കേഷൻ, അതായത് പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഹൃദയം തുറന്ന് അപ്പനോട് സംസാരിക്കാം. അത് കഴിഞ്ഞ് M എന്ന് ഞാൻ പറഞ്ഞു, അതാണ് മെഡിറ്റേഷൻ, വചനം ധ്യാനിക്കണം. അന്ന് പറഞ്ഞു എത്ര പേര് ചെയ്യുന്നെന്ന് എനിക്കറിയില്ല. ഇനി ഇന്നും കൂടെ ഒന്ന് പുതുക്കി ചെയ്തേ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ ജീവിച്ചു പോവുക. വിശ്വാസിയാണെന്നും പറഞ്ഞ് സഭയിൽ മെമ്പർഷിപ്പ് കാണും, കാര്യങ്ങളൊക്കെ എല്ലാം കാണും. പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു ദൈവദാസനിൽ സഭ നടത്തി എങ്ങനെ പോവുക, അതല്ല എൻ്റെ ഉദ്ദേശം. നിങ്ങൾ ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു താമസം, നമ്മളെ കുറിച്ചൊക്കെ ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ജീവിതം മാറാൻ ആഗ്രഹിക്കുന്നു. ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് നാളെ ഇത് നിങ്ങളുടെ ഉള്ളിൽ നിറയണം. എന്നും നമ്മുടെ വചനവും പ്രാർത്ഥനയും ആരാധനയും താങ്ക്സ് ഗിവിംഗും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ ഇതിന്റെ അകത്ത് നിറവ്, ഇതൊരു കൂട്ടായ്മയാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളും കത്തും. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നവർ ഈ സൺഡേയിൽ ഇവിടെ വന്ന് ആരാധിച്ച ഓരോരുത്തരുടെ മേൽ തീ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തരും കത്താൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് വീട്ടിൽ പോയി ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇന്ന് ചെയ്യാതെ കിടക്കരുത്.
ഒരു ദിവസം രാവിലെ 6 മണി തുടങ്ങി നിങ്ങൾ ചോദിച്ചാൽ 5 മണിക്ക് ഇരുന്നേക്ക് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം. പക്ഷെ ഇത് ചെയ്തിരിക്കണം. ദൈവസന്നിധിയിൽ വന്ന ഒരു അഡോറേഷൻ, ദൈവത്തെ സ്തുതിച്ച് അത് കൺഫെഷൻ ചെയ്ത് താങ്ക്സ് ഗിവിംഗ് ചെയ്ത് പ്രാർത്ഥിച്ച് വചനം ധ്യാനിക്കാത്ത ഒരു ദിവസം ഉണ്ടാവരുത്. നിങ്ങൾക്ക് സമയം കിട്ടുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയും അന്യഭാഷയും വചന സമയം കിട്ടുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മീയമായിട്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇന്ന് 5 മിനിറ്റ് എങ്കിൽ നാളെ 10 മിനിറ്റ് വർദ്ധിക്കാൻ പറ്റുന്ന അത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കാമോ? നീ കൂട്ടായ്മ ബന്ധമാ. ഹല്ലേലൂയ. കൊമ്പും മുന്തിരി വള്ളി പോലെ ചേർന്നിരിക്കും. ഉറപ്പ് തരാം, നീ വളരും, നീ തഴയ്ക്കും, നിന്റെ ഫലം നിലനിൽക്കും. അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോയി ഇന്ന് വൈകിട്ടല്ലേ നാളെ ഉച്ച കഴിയുമ്പോൾ നിങ്ങൾ വാടും. നമ്മളെല്ലാം പ്രതിസന്ധിയുടെ മധ്യത്തിലാ ജീവിക്കുന്നത്. നമ്മൾ വാടും. ഒരു ബുധനാഴ്ച ഞാൻ ഉറപ്പിച്ചതാ, ഈ പിശാച് വിട്ടുപോയപ്പോ തന്നെ യേശുവിനെ പറയുന്നുണ്ട്, പിശാച് ഒരു മനുഷ്യനെ വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞ് അവൻ വീണ്ടും തിരിച്ചു വന്നു. കാരണം തിരിച്ചു വന്നപ്പോ അവന് കയറാൻ പറ്റിയ രീതിയിൽ അവന്റെ എല്ലാം അടിച്ചു വാരി കിടക്കുക, ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അവൻ വീണ്ടും തന്നിൽ ശക്തന്മാരായ 7 അവന്മാരോട് പിടിച്ചോണ്ട് വന്ന് അവന്റെ സ്ഥിതി പണ്ടത്തെക്കാട്ടി ഗതികേടുന്നു. അനുഭവത്തിൽ നിന്നാ പറഞ്ഞ വിശ്വാസ ജീവിതത്തിൽ ഭൂതങ്ങൾ പുറത്താക്കുന്നു, ദൈവപ്രവൃത്തി നടക്കുന്നു, സൗഖ്യം നടക്കുന്നു. പിന്നെയും കുഴപ്പത്തിൽ അവന്റെ കാരണം എന്താ? ഗ്യാപ്പ് വന്നു, പോകാനുള്ളതിനൊക്കെ വിട്ടു. പക്ഷെ വീണ്ടും അവർ ദൈവത്താൽ നിറയപ്പെടേണ്ടത് നിറഞ്ഞില്ല. വീണ്ടും പിശാചിന് കയറാൻ അവസരമാണ്. 38 ആണ്ട് കുളക്കരെ കിടന്നവനെ കർത്താവ് സൗഖ്യമാക്കി. സൗഖ്യം കർത്താവ് ചെയ്തു. പക്ഷെ പിന്നീട് അവനെ കണ്ടപ്പോ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ദേ ഇനി അധികം തിന്മയായത് വരാതിരിക്കാൻ ഇനി മേലാ നീ പാപം ചെയ്യരുത്. കാരണം അടുത്ത പോക്ക് പോയാൽ അടുത്ത കിടപ്പ് അവന് കിടക്കാൻ പോവാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടുന്നത് ദൈവപ്രവൃത്തി. പക്ഷെ അത് നിലനിർത്തണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്കിലേ നമുക്ക് ധൈര്യത്തോടെ മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ നിറയാതെ കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല? നമ്മുടെ അകത്ത് ഈ സാധനം നിറഞ്ഞിട്ടില്ല. ഇങ്ങനെ നിറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ എത്താഴ്ച പോവോ? നിങ്ങൾക്ക് 10 പേരോട് സംസാരിക്കാൻ പറ്റും. ഈ വായിച്ച വചനമായിരിക്കും ഇന്ന് വൈകിട്ട് ഒരാളെ കാണുമ്പോൾ അറിയാതെ പൊങ്ങി വരും. മനസ്സിലായോ? ഒരാഴ്ചയായിട്ട് വചനം ഇങ്ങനെ ഡെയിലി വായിക്കുന്നെങ്കിൽ എവിടെയെങ്കിലും ചന്തയിൽ വെച്ചോ മാർക്കറ്റ് ഒരാൾ കാണുമ്പോൾ കർത്താവ് സഹോദര കർത്താവ് പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോ ദൈവാത്മാവിന്റെ പ്രവൃത്തി എന്നറിയാവോ? ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വായിച്ചോ ഇന്നലെ വായിച്ചോ ഏതെങ്കിലും വചനം അകത്ത് നമുക്ക് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്നത് അവനോടുള്ള ദൂത അവന്റെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരപ്പെടണ്ട. എന്തെങ്കിലും ഒരു വാക്കായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു വരുന്നത്, അവന്റെ ജീവിതത്തിൽ അത് വിടുതലായി തീരും. അത് പറയണമെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കണം. വിടുതല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിറവുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം. അത് ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും ടൈം എലോൺ വിത്ത് ഗോഡ്. ഞാൻ പറയാറുണ്ട്, അതാണ് വ്യക്തിപരമായ പ്രാർത്ഥന. പിന്നെ കുടുംബ പ്രാർത്ഥന വേറെ, സഭയിൽ എന്നുള്ള കൂട്ടായ്മ പ്രാർത്ഥന വേറെ. എല്ലാം വേണം. പക്ഷെ ഭയങ്കര പവർഫുള്ളും നിലനിൽക്കുന്നതും ഈ വ്യക്തിപരമായ പ്രാർത്ഥന. അതിലെല്ലാം കിട്ടുന്നത് കൂട്ടായ്മയിൽ നിന്നാണ്. ഇതെല്ലാം കിട്ടുന്നത് കൂട്ടായ്മ വേണം, വേണ്ടെന്നല്ല. പക്ഷെ ഈ വ്യക്തിപരമായ പ്രാർത്ഥന, കൂട്ടായ്മ കിട്ടിയാലും ഈ വ്യക്തിപരമായ സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ഓക്കെ ആയിരിക്കും, അത് കഴിയുമ്പോൾ എന്താവും? വിഷയമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാതിരിപ്പാൻ ഈ ദിവസങ്ങൾ അധികമായി ദൈവസന്നിധിയിലായിരിക്കാൻ, നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാൻ ചിന്തിപ്പാൻ ഒക്കെ ദൈവം ഇടയാക്കട്ടെ. ഈ ദിവസങ്ങൾ ആ പ്രാർത്ഥനയിലേക്ക് ദൈവാത്മാവ് നയിക്കട്ടെ. ഇന്ന് ആ വായിച്ച വചനത്തിലേക്ക് ഒന്നുകൂടെ വരുന്നു. റോമർ 12:2 ഒന്നുകൂടെ വായിച്ച സിസ്റ്ററെ. നമ്മൾ ആ ദൈവപ്രസാദത്തിൽ നിന്നാണ്, നമ്മൾ ദൈവഹിതമാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്ത് പുതുക്കി രൂപാന്തരപ്പെടുവിൻ? മനസ്സ് പറ, മൈൻഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Do not copy the ലോകത്തിന്റെ കസ്റ്റമർ, ലോകത്തിന്റെ രീതി നീ കോപ്പി ചെയ്യാതെ നിന്റെ വേ ഓഫ് തിങ്കിങ്, മനസ്സിന്റെ ചിന്താരീതി നീ ഒന്ന് മാറ്റണം. നിന്നെ കുറിച്ചുള്ള ദൈവഹിതം ഒന്ന് തിരിച്ചറിയാൻ, ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ കൂടെ വെളിപ്പെടാൻ ഒരു കാര്യം എന്ത് പുതുക്കണം? ഉറക്കെ പറ, മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കണം. ഇന്നത്തെ വിഷയം മനസ്സ് പുതുക്കലാണ്. നമ്മുടെ മൈൻഡ്, ഹൃദയം ഏറ്റവും വലിയൊരു വിഷയമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇനിയുള്ള മിനിറ്റുകൾ ശ്രദ്ധിക്കണം. എനിക്ക് ഓടിച്ചാലും ഞാനിത് തീർത്തൊന്ന് പ്രാർത്ഥിക്കും.
ബാക്കി ഒരു നിയോഗം ഉള്ളപ്പോൾ വിശാലമായി എല്ലാവരുടെ ചേർത്ത് ഒരു ബുധനാഴ്ച എങ്ങനെ ഒരു 6 മാസം 1 വർഷത്തിനാ വീണ്ടും എടുക്കും. ഇത് എപ്പോഴും എടുക്കേണ്ടതല്ല. ഇന്ന് എല്ലാവരും ശ്രദ്ധിച്ചോ. ഇനിയുള്ളത് വളരെ ഇത് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോവാ. ഗുണമുള്ള ക്വാളിറ്റി ലൈഫ്, ഫലമുള്ള ലൈഫ്, വിജയകരമായ ലൈഫ്, ഇതിനെല്ലാം നിങ്ങളെല്ലാവരെയും മാറ്റുന്നൊരു ലൈഫാണ്. ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സ്. ഉറക്കെ പറ, മനസ്സ്. അതാ ബൈബിൾ പറഞ്ഞത്, എന്നും മനസ്സ് എന്തോ ചെയ്യണം? പുതുക്കി രൂപാന്തരം. മനസ്സിന് നീ വേ ഓഫ് തിങ്കിങ്, ചിന്താരീതി ഒന്ന് മാറ്റണം. മനസ്സിനെ ഒന്ന് റിന്യൂ ചെയ്യണം, പുതുക്കണം. എന്തോന്നറിയാമോ? നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ഈ ശരീരത്തെ കുറിച്ചൊന്ന് അറിയണം. ശരീരത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞേ പറ്റും. അവിടാണ് വിടുതലിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചപ്പോ നമ്മൾ ആരെ കാണാൻ പോന്നേ? ബോഡി. കറക്റ്റ്. ആ വ്യക്തിയല്ല കാണാൻ. വ്യക്തി പോയി. പുള്ളിയുടെ എന്തുവാണ്? ബോഡിയാണ്. അപ്പൊ അതിന്നൊരു കാര്യം മനസ്സിലാക്കണം. ബോഡി വേറെ, ഈ കാണുന്ന അപ്പിയറൻസും സംഭവം ജഡമൊക്കെ ഇത് വേറെ. അപ്പുറത്ത് അകത്തൊരു സംഭവം ഉണ്ട്. അത് വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. 1 തെസ്സലോനിക്കർ 5:23. ഒന്ന് തുടക്കം ഇട്ടിട്ട് പെട്ടെന്ന് വാ. 1-2 വാക്യങ്ങൾ ആദ്യം ഇത് വായിച്ചിട്ട് പടപടയെന്ന് വാ. 1 തെസ്സലോനിക്കർ 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ 3 കാര്യം പറയും. നമ്മുടെ 3 കാര്യം എന്തൊക്കെയാ? 3 കാര്യം: ആത്മാവ്, പ്രാണൻ, ദേഹം. ആത്മാവ് സ്പിരിറ്റ്. അടുത്തത് എന്താണ്? പ്രാണൻ, സോൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. മൂന്നാമത്തത് ദേഹം, ബോഡി, ആത്മാവ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. മനുഷ്യനെ ഭൂമിയിലെ പൊടി കൊണ്ട് ദൈവം സൃഷ്ടിച്ചിട്ട് എന്തോ സംഭവിച്ചേ അറിയാവുന്നവരെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ദൈവം എന്തോ ചെയ്തു? മൂക്കിൽ എന്തുണ്ടായി? ജീവശ്വാസം ഊതിയപ്പോ ബൈബിൾ പറയുന്നു അവൻ ജീവനുള്ള ദേഹി, ലിവിങ് സോൾ, ജീവനുള്ള ദേഹിയായി തീർന്നു. ഇപ്പം ബോഡി ഉണ്ട്. ആ ബോഡിയിലേക്ക് എന്തൂതി? ദൈവത്തിന്റെ ആത്മാവ് ഊതി. അതാണ് ആത്മാവ്. അതാ മനുഷ്യന്റെ ആത്മാവ് വിട്ടുപോകുന്ന പറയും. ആത്മാവ് വന്നു. ആത്മാവ് വന്നപ്പോ കൂടെ എന്തും കൂടെ വന്നു? ജീവനുള്ള ദേഹി, ജീവനുള്ള ലിവിങ് സോൾ. എന്തോ ഈ സോൾ? സോൾ എന്ന് പറയുമ്പോ അതാണ് ഈ ഗ്രീക്കിൽ സൂക്കെ എന്ന് പറയും. സൈക്കോളജിയുടെ അതേ സ്പെല്ലിംഗ്. അങ്ങനെയാണ് ഈ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായത്. ഈ സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്, മനസ്സ്, ഇമോഷൻ, വികാരങ്ങൾ, ചിന്തകൾ, വ്യക്തിത്വങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നാണ് അകത്ത് എന്താണ് ഈ സോൾ എന്ന് പറഞ്ഞത്, ദേഹി എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായത്. ഗ്രീക്ക് വാക്ക. അതിൽ നിന്നാണ് സൈക്കോളജി ഉണ്ടായത്. ഇനി ശ്രദ്ധിച്ചോണം. മനുഷ്യന് എത്ര പാട്ടുണ്ട്? ഈ ബോഡി മാത്രമല്ല. ഈ ജോഷി പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതല്ല. ഇതിന്റെ അകത്ത് ജോഷി പാസ്റ്ററിന്റെ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന വിചാരവും വികാരവും ഒക്കെ ഉള്ള ജീവനുള്ള സോൾ, ലിവിങ് സോൾ ഉണ്ട്. ഹല്ലേലൂയ. ഈ ആത്മാവിലേക്കാണ്, ഇതിലേക്കാണ് ഒരു യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവന്റെ ആത്മാവിലേക്ക് ആര് വരുന്നു? മനുഷ്യന്റെ ആത്മാവിലേക്ക് ദൈവം. അതാ പറഞ്ഞ ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. നമ്മുടെ വേറെ ഒന്നും മാറ്റമൊന്നുമില്ല. പുതിയ സൃഷ്ടിയാവും. എവിടെ സൃഷ്ടിയാവും? നമ്മുടെ അകത്തൊരു സൃഷ്ടി. അതാ ചിലർ ചോദിക്കും, അയ്യോ അവൻ വിശ്വാസി വന്നിട്ട് യേശുവിനെ സ്വീകരിച്ചിട്ട് അവന്റെ സ്വഭാവത്തിന് മാറ്റം. അത് കാരണമുണ്ട്. മാറ്റം ഉടനെ ഉണ്ടാവത്തില്ല. ഉണ്ടാവണമെങ്കിൽ അവന്റെ ലൈഫ് ആർക്ക് വിട്ടുകൊടുക്കണം? ഈ അകത്ത് വന്ന ആത്മാവിന് വിട്ടുകൊടുക്കണം. ഈ ആത്മാവ് എന്തിനെ നിയന്ത്രിക്കണം? ഈ സോളിനെ, വിചാരത്തെ, വികാരത്തെ നിയന്ത്രിക്കാൻ വിട്ടുകൊടുത്താലേ അതിന്റെ റിസൾട്ട് പുറത്തു വരത്തുള്ളൂ ബോഡി കൂടെ. നിങ്ങൾക്ക് മനസ്സിലായി? അതൊരു പ്രോസസ്സാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അതാണ് ബൈബിൾ കൊരിന്ത്യരിൽ പറഞ്ഞുകൊണ്ട് 3 മനുഷ്യനെ കാണാം. വിശ്വാസം, നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ. ഇതെല്ലാം വചനം എടുക്കേണ്ട മണിക്കൂറത്തെ മെസ്സേജാണ് ഞാൻ ഫാസ്റ്റ് ആക്കി വിട്ടു തരുന്നത്. പ്രാകൃത മനുഷ്യൻ എന്ന് പറയും, നാച്ചുറൽ മാൻ. പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർ കിടപ്പുണ്ട്. ദൈവാത്മാവിന്റെ ഉപദേശം കൈകൊടുത്ത ദൈവം ഇല്ലെന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമി കാണുന്ന നോർമൽ മനുഷ്യൻ. അവന് വിചാരവും വികാരവും അവന് ഇഷ്ടമുള്ള പോലെ അവൻ ജീവിക്കും. അത് വിഷയമല്ല. രണ്ടാമത്തെയാണ് കർത്താവി വന്ന ആത്മീയൻ, സ്പിരിച്വൽ മാൻ. അകത്തെ ആത്മാവിനെ അനുസരിച്ച് എന്ത് ചെയ്യുന്ന നടക്കുന്ന മനുഷ്യൻ. പക്ഷെ മൂന്നാമതുണ്ട് ജഡീകൻ എന്ന് പറയും. നമ്മൾ ഈ ജഡീകൻ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ തന്നെ എടുക്കും. ജഡീകൻ ഉദ്ദേശിക്കുന്നത്, ബൈബിൾ ഉദ്ദേശിക്കുന്നത് ജഡീകൻ ഇത്രയേ ഉള്ളൂ. കാർണൽ മാൻ
എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ബേബീസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ശിശുക്കൾ. ഇപ്പൊ നമ്മുടെ സ്കൂൾ തുറന്നില്ലേ, LKG അവിടെ പോയാൽ സ്കൂളിന്റെ ഫ്രണ്ടിലോട്ട് പോയാൽ മതി. ഏത് ക്ലാസ് എന്നറിയാമോ? പ്ലേ ക്ലാസ്, LKG, UKG, 1ാം ക്ലാസ് വരെ. അത് മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ടീച്ചർമാർക്ക് തലവേദന, മിക്ക ടീച്ചർമാർക്ക് പഠിപ്പിക്കാനും ഇച്ചിരി ബുദ്ധിമുട്ട്. എന്താ വിഷയം അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. നുള്ളി ഇടിച്ചു, ബാഗെടുത്തു, അവൻ ചെയ്തു, ഇവൻ ചെയ്തു, പാസ് നോക്കിയില്ല, ചിരിച്ചില്ല, വിളിച്ചില്ല, മിണ്ടിയില്ല, ആ സഹോദരി എന്നോട് ചിരിച്ചില്ല, അങ്ങനെയാ ഇങ്ങനെയാ. ഇതെല്ലാം എന്തുവാ? ക്രിസ്തുവിൽ ശിഷ്യരാ, ബേബീസാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വളർന്ന പിള്ളേരോ? ടീച്ചർ മിണ്ടില്ലേ? എന്തുകൊണ്ട് ടീച്ചറെ വിശേഷം ചോദിക്കുന്നുണ്ടില്ലേ? പിള്ളേർ എന്തൊക്കെ ചോദിക്കുന്ന ടീച്ചർമാരോട്? കഴിച്ചോ, പിടിച്ചോ, ടീച്ചറിന്റെ മക്കളെ സ്കൂളിൽ വിട്ടോ, ഇതൊക്കെ അവര് ചോദിക്കുന്നത്. ഈ വളർന്ന പിള്ളേരും അങ്ങനെ. പാസ്റ്റർ വിളിച്ചില്ലേലും ആരെ വിളിക്കണം? പാസ്റ്ററിനെ അങ്ങോട്ട് വിളിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ അത് വെച്ച് പറഞ്ഞല്ല, സംഭവം പറഞ്ഞതാ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ. അപ്പം 3 മനുഷ്യനുണ്ട്. ഈ 3 നമ്മുടെ അകത്ത് ഈ 3 ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന പോലെ 3 കാര്യമാണ്. പ്രാകൃത മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, ജഡികൻ. ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ്, ഹൃദയം. മൈൻഡ് എന്ന് പറയും ആ സോളിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൈൻഡ് സെറ്റ്, ദേഹി. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. ഇനിയാണ് കറങ്ങാൻ പോവാ. ജെറമ്യാ 17:9. ഒന്ന് പെട്ടെന്ന് 2-3 വാക്യം ഒന്ന് വായിക്കണം. ഈ അടിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ മനസ്സിലാവത്തില്ല ഞാൻ പറയുന്നത് എന്താണ്. ജെറമ്യാ 17:9, അതിനുശേഷം സദൃശവാക്യം 4:23. ജെറമ്യാ 17:9 എന്ന് വായിച്ച. ജെറമ്യാ 17:9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളതും അത് ആരാഞ്ഞറിയുന്നവൻ ആർ. അപ്പൊ ജെറമ്യാ പ്രവചനത്തിൽ പറയുന്നത് ഏറ്റവും കപടമുള്ള കാര്യം എന്താണ്? എല്ലാത്തിലും കപടവും വിഷമവും. ഇനി സദൃശവാക്യം 4:23, പ്രോവേർബ്സ് ചാപ്റ്റർ 4:23. അതൊന്ന് എടുക്കണം, അത് നിർത്തി ഒന്ന് വായിക്കണം. സദൃശവാക്യം 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. അത് ഡിസ്പ്ലേ കാണിച്ചാലും നല്ലതായിരിക്കും. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യത്തിൽ പറയുന്നു, നീ എന്തിനെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം? നിന്റെ മൈൻഡ് സെറ്റ്, നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തു. ഈ ഹൃദയം, ഈ പറഞ്ഞ ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഓർഗനായ ഹൃദയത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശം നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ചിന്താഗതികൾ, മനസ്സുകൾ, നമുക്ക് ആ വേദന ഉണ്ടാകുന്ന അനുഭവം, ഇതിനെല്ലാം കൂടാണ് പറയുന്നത്. നമുക്ക് വേദന ഉണ്ടാവും എന്ന് പറയുമ്പോഴും നമ്മൾ എന്തിനാ പറയുന്നത്? ഹൃദയത്തിന് വേദന ഉണ്ടായ നമ്മുടെ നാടൻ ഭാഷയെ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ വേദന നമ്മുടെ അകത്തെ ഹൃദയത്തിനുണ്ടായ ഓർഗൻ ഉണ്ടായ വേദനയല്ല, അവയവത്തിനുണ്ടായ വേദനയല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ മനസ്സെറ്റിനുണ്ടാകുന്ന വേദനയ്ക്ക്. അതിന് ആ വാക്ക് അങ്ങനെ പറയുന്നത്. അപ്പൊ സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ശ്രദ്ധിച്ചേ, ഒരു അതിർത്തിയിൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാന്റെയും ചൈനയുടെയും ബോർഡറിൽ ജാഗ്രതയോടെ നിൽക്കുന്നതിനേക്കാൾ ജാഗ്രതയോടെ ദൈവ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിന്റെ മനസ്സിനെ, നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. അതിന്റെ അർത്ഥം എന്താ? ഇതിനെന്തെങ്കിലും കേടുപറ്റിയാൽ അവന്റെ ജീവിതത്തെ ബാധിക്കും. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഒരു ക്വാളിറ്റി ലൈഫ്, നല്ല ഭാര്യയാകാൻ, നല്ല ഭർത്താവാകാൻ, നല്ല അപ്പനാവാൻ, അമ്മയാകാൻ, അമ്മായിമ്മയാകാൻ, അമ്മായിപ്പനാകാൻ, മക്കളാകാൻ, മാതാപിതാക്കളാകാൻ, എല്ലാ മേഖലകളിലും ജീവിതത്തിൽ നല്ല ക്വാളിറ്റി ജീവിതത്തിൽ ഉണ്ടാകാൻ, നല്ല പൗരനാവാൻ, നല്ല സാമൂഹ്യ ജീവിയാവാൻ, എന്തായിക്കോട്ടെ, എവിടെ നല്ലതാവാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സംരക്ഷിക്കുക. ഇംഗ്ലീഷിന്റെ മലയാളം പറയുന്നത് എല്ലാറ്റിനും ഉപരി നിന്റെ ഹൃദയത്തെ സംരക്ഷിക്കുക. കാരണം ജീവന്റെ ഉറവ അവിടുന്നാണ് ഉത്ഭവിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കാക്കണം. നമ്മളെ വീടിനെ കാക്കും, നമ്മുടെ സാധനത്തെ കാക്കും, നമ്മളെല്ലാം നോക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിനെ കാക്കണം. എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാമത് വാങ്ങിക്കാം. പക്ഷെ മനസ്സിന് എന്തെങ്കിലും കേട് പറ്റിയാൽ, മൈൻഡിന് മുറിവ് പറ്റിയാൽ, മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നാൽ, അതൊരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, അവനുമായി ബന്ധപ്പെട്ട പലരെയും അത് ബാധിക്കും. അത് യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്?
യേശു പറഞ്ഞു ഹൃദയം കലങ്ങരുത്, വിശ്വസിക്കരുത്. അപ്പൊ ഈ സംഭവം കലങ്ങിയ വിഷയമാണ്. ഇനി ഏറ്റവും വലിയ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇന്നത്തെ ശുശ്രൂഷ ഇതാണ്. മൈൻഡിനേറ്റ മുറിവുകളും മനസ്സിന് പറ്റിയതിനെ ഒന്ന് കാണിച്ചു തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഈ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ എവിടെ ഇറങ്ങുമ്പോൾ വീട് പൂട്ടിയോ മറ്റേത് പൂട്ടിയോ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറയും, ഇന്നത്തെ കാലത്തിന് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ, ലോകത്തിൽ എവിടെ പോകുമ്പോഴും വളരെ ജാഗ്രതയോടെ കാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സ്. കാരണം നമ്മുടെ മനസ്സിനെ മുറിക്കുന്ന, നമ്മുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന ഒത്തിരി സംഭവങ്ങളുടെ ജീവിതാനുഭവത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇന്നത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞാലും നാളെയും ഇതിനെയൊക്കെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് കാത്തു സൂക്ഷിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. ഇനി വളരെ ശ്രദ്ധിക്കണം. സദൃശ്യവാക്യം, ഇതെന്താ ഇത്ര വലിയ പ്രാധാന്യം? സദൃശ്യവാക്യം 17:22, Proverbs 17:22. ആ വാക്കൊന്ന് കാണിക്കണം മോളെ. സദൃശ്യവാക്യം 17:22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, നല്ല മെഡിസിൻ ആണ്. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. കണ്ടോ, ഈ പറയുന്ന കാര്യം ശാരീരിക രോഗങ്ങളെ വരെ ബാധിക്കും. മനസ്സിനേറ്റ മുറിവുകൾ, മനസ്സിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉള്ളിലെ വിഷമം കൊണ്ട് മാത്രം തീരത്തില്ല, പല ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് ഇത് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു നല്ല ഔഷധം, മനസ്സ് സന്തുഷ്ട ഹൃദയമുണ്ട്, ജോയ്ഫുൾ ഹാർട്ട് ഉണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു, ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്, അങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ശ്രദ്ധിക്കുന്ന പറയാം, TPT എന്ന് പറയും, പാഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയും. അതിൽ പറയുന്നുണ്ട് ദാറ്റ്സ് ബ്രിങ് ബോത്ത് ബോഡി സോൾ ആൻഡ് ബോഡിയിൽ ഹീലിംഗ് കൊണ്ടുവരും, ശരീരത്തിനും പ്രാണനും സൗഖ്യത്തെ കൊണ്ടുവരുന്നതാണ് സന്തുഷ്ട ഹൃദയം. എന്നിട്ട് അടുത്ത, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ക്രഷ് ചെയ്ത്, ഇംഗ്ലീഷ് ക്രഷ് ചെയ്യുന്ന നമ്മളതിൽ ഈ ക്രഷ് എന്ന അടിച്ച് ചാവിട്ടി പൊളിച്ചെന്ന് പറയത്തില്ലേ, ഇങ്ങനെ ഇതാക്കുന്ന ക്രഷ് ചെയ്യുന്ന, നമ്മുടെ ഈ വേണ്ടാത്ത സാധനങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുമല്ലോ, ക്രഷ് ചെയ്യുന്ന പോലെ. അപ്പം അങ്ങനെ തകർന്ന ഹൃദയം ഉണ്ടെങ്കിൽ അത് രോഗത്തിനും, സിക്നസ് ആൻഡ് ഡിപ്രഷൻ, വിഷാദ രോഗത്തിനും കാരണമായി തീരും. ബൈബിളിലെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. സന്തുഷ്ട ഹൃദയമില്ലെങ്കിൽ, തകർന്ന ഹൃദയമാണെങ്കിൽ അത് പല രോഗങ്ങൾക്കും, ഡിപ്രഷൻ, വിഷാദ രോഗങ്ങൾക്കും നിന്നെ കൊണ്ടെത്തിക്കും. അപ്പൊ അതിൽ ഒരു കാര്യം മനസ്സിലാക്കണം, വളരെ ജാഗ്രതയോടെ കാത്തുകൊള്ളേണ്ടതാണ് നമ്മുടെ മനസ്സ്. സന്തുഷ്ട ഹൃദയം എന്താണ്? നല്ലൊരു ഔഷധം. അടുത്തിരിക്കുന്ന കൈയിട്ട് പറയാം, നല്ല ഹൃദയം ഉണ്ട്, ഒരു ഔഷധം തന്നെയാണെന്ന് പറയും, മെഡിസിനാ. തലവേനയൊക്കെ പന്നേ പോവും. അകത്തെന്ത് ചെയ്യാ പറ. ഉദാഹരണം നിങ്ങൾക്കറിയാം, ഈ കൊച്ചു പിള്ളേരെ വളർത്തുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഈ പിള്ളേരെ വീട്ടിൽ കിടന്ന് പനിയൊക്കെ പിടിച്ച് കിടക്കുമ്പോഴേ, ഇത് കണ്ടോണ്ട് ഇനി എല്ലാവരും അങ്ങനെ പറഞ്ഞെന്തോ ചെയ്യണ്ട, പക്ഷെ അങ്ങനെ ചെയ്തവരാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ സംഭവിക്കും. ഈ പനിയൊക്കെ പിടിച്ച് ഒന്നിനും പഠിക്കാനും വയ്യാതെ ഒരു ഗതിയില്ല, വീട്ടിൽ കിടന്ന് ബഹളവും കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ടിരിക്കും. നോക്കുമ്പോ ഭയങ്കര ചൂടാ. ഇതിനെ പൊക്കി എടുത്തോണ്ട് വണ്ടിക്കകത്ത് എടുത്തോണ്ട് ടൗണിലോട്ട് കൊണ്ടോ. ഇത്ര പനിയുള്ളപ്പോഴും, 100 ഡിഗ്രി പനിയുള്ളപ്പോഴും ഒരു ഐസ്ക്രീമും ഒരു ഷവർമയും വാങ്ങിച്ചു കൊടുക്കാമോ? 1 മണിക്കൂറിനാം പനിയും കുറയും, ചൂടും കുറയും. എന്തുവാന്ന് ഇന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. എന്താ? അവന്റെ ഹൃദയം സന്തോഷിക്കാൻ തുടങ്ങി. ഇത് ഹൃദയം സന്തോഷിക്കുമ്പോൾ ഇതിനെല്ലാം അങ്ങോട്ട് ബാധിക്കും. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഇനി ശ്രദ്ധിച്ചോ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മുടെ ഈ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി, മനസ്സിനെ കാക്കണം, മനസ്സിനെ ശ്രദ്ധിക്കണം, നല്ലൊരു മൈൻഡ് സെറ്റ് ഹൃദയം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഔഷധമാണ്. അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുണ്ടാവും, രോഗങ്ങളും മാനസികവും ശാരീരികമായും അതിനെ ബാധിക്കും. ഇനി നമ്മൾ കാക്കണമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളെല്ലാം ഇത് കാക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്കുണ്ട്. സ്വാഭാവികമാണ്, ജനിച്ചു വളർന്ന നാൾ മുതൽ. ഇന്ന് ഒരു ഇന്നർ ഹീലിംഗിന് വേണ്ടി, നമ്മുടെ മനസ്സിനേറ്റ സൗഖ്യത്തിന് വേണ്ടി, ഉള്ളിലേറ്റ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ
വികാരങ്ങൾക്കും വിചാരങ്ങൾക്കൊക്കെ ഏറ്റ മുറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ദൈവം വിശ്വസ്തന. സങ്കീർത്തനം 147:3 പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവിടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ താൻ വായിച്ച പ്രവചനത്തിലുള്ള യെശയ്യാ പ്രവചനം 61 വായിച്ചപ്പോൾ അതിലും അങ്ങനെ പറഞ്ഞത്, എളിയവളോട് സദ്വർത്തമാനം അറിയാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തു, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബന്ധനമാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കാൻ. ഏറ്റവും വലിയ ബന്ധനം എന്താണെന്നറിയാമോ? ഈ ജയിലിടുന്നതിനേക്കാൾ ബന്ധനം മനസ്സിന്റെ അകത്ത് തടവറയ്ക്കകത്ത് കിടക്കുന്ന ചില അടിഞ്ഞുകൂടിയ വിഷയങ്ങളാ. അതിൽ നിന്ന് ഒരുത്തൻ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ അവന്റെ മുമ്പിൽ ഒറ്റ പ്രതിസന്ധിയെ അവൻ തൊടാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കേട്ടോണം. ഇനി ശ്രദ്ധിച്ചു, ഇനിയാണ് വളരെ ശ്രദ്ധിച്ചു. കുഞ്ഞുങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇന്ന് നിങ്ങളെല്ലാം ദൈവം സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സിന് 3 ഭാഗമുണ്ട്. മനസ്സിന്റെ ചിന്തയിൽ ബോധ മനസ്സ്, കോൺഷ്യസ് മനസ്സ്, ബോധമുള്ള. അതിന്റെ തൊട്ട് താരാണ് സബ് കോൺഷ്യസ്, ഉപബോധ മനസ്സ്. ഇനി ഏറ്റവും അടിയിലൊരു സംഭവമുണ്ട്, അൺകോൺഷ്യസ്, അബോധ മനസ്സ്. എന്താന്ന് മനസ്സിലാക്കി തരാം. ഈ ബോധ മനസ്സ് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നു. സ്ഥിരമായിട്ടൊരു ബോധം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് സാമ്പതറിന്റെ മുഖം കാണുമ്പോൾ, പേര് കാണുമ്പോൾ, പേരറിയാം, കാര്യങ്ങൾ അറിയാം. ഈ നമ്മുടെ ജീവിതയാത്ര ചില ഡെയിലി ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അതൊന്നും നമ്മൾ ഇന്നിപ്പോ എന്തൊക്കെ കാണുന്നു, പാട്ട് കേൾക്കുന്നു, പോകുന്നു, ഇതെല്ലാം നിങ്ങൾ കണ്ടു കേട്ടു പോയി. ബോധ മനസ്സിൽ കാര്യങ്ങളൊക്കെ മനസ്സിൽ, ഏത് പാട്ട് പാടി, എന്തൊക്കെ പാടി, അതൊക്കെ പോയി. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സുകൊണ്ട് തൊട്ട് താഴെ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനകത്ത് ചില കാര്യങ്ങൾ അരിച്ചിറങ്ങി ഉള്ളിലോട്ടിറങ്ങും. പെട്ടെന്ന് ഓർമ്മ കാണത്തില്ല, എന്നാൽ ഇച്ചിരി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതി. അതിന് ഉദാഹരണം പറയാം. ഇപ്പൊ ഇന്ന് വന്ന ഒരാളെ കണ്ട് പേര് പരിചയപ്പെട്ടു, പക്ഷെ ആ പേര് ഒരു പ്രാവശ്യം കണ്ട് പരിചയപ്പെട്ടില്ല. ഇപ്പൊ ഒരു ഫ്രാൻസിസ് എന്നൊരാൾ പറഞ്ഞു, താമസിക്കുന്ന ഇന്നൊരു ഭാഗമാണെന്ന് പറഞ്ഞു. നമ്മൾ ഒരു പ്രാവശ്യം കണ്ട് വിട്ടുപോയി. 6 മാസം കഴിഞ്ഞ് വരുമ്പോ നമ്മള് ഇങ്ങനെ ആലോചിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രാൻസിസിന്റെ എഫോ വീടിന്റെ സ്ഥലമോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്ത് വരും? ഓർത്തു വരും. അതാ ഈ സംഭവം ഒത്തിരി അങ്ങ് പോയില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഒന്ന് കയറിയിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിത യാത്രയിൽ ചില സംഭവങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് കയറും. എന്നാൽ അത് അവിടെ കൊണ്ടും നിൽക്കത്തില്ല. ചിലതുണ്ട് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകും, അബോധ മനസ്സിലേക്ക് പോകും. ഇവിടാണ് ഭയങ്കര വിഷയം നടക്കുന്നത്, നമ്മൾ പോലും അറിയത്തില്ല. പല പ്രശ്നങ്ങളുടെ കാരണം ചെറുപ്പം നാള് മുതൽ, ജനനം മുതൽ, അമ്മയുടെ, ഞാൻ പറയാം, അമ്മയുടെ വയറ്റിൽ ഉരുവായ സമയം മുതൽ, പേരന്റിങ് ടൈം, സ്കൂളിൽ പോകുന്ന സമയം, ജോലി സ്ഥലം മുതൽ ഈ ജീവിതകാലയളവിൽ എവിടേക്കോ നമ്മുടെ ജീവിതത്തിൽ പല മുറിവുകളും വേദനകളും ചില സംഭവങ്ങളും നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അതാണ് ശ്രദ്ധിച്ചു പറയുന്ന പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ വളർത്തി, പ്രത്യേകിച്ച് ഉദരത്തിൽ കൺസീവ് ആവുമ്പോൾ മുതൽ തുടങ്ങും. അതിന് തെളിവെന്താ? ബൈബിളിൽ തന്നെ തെളിവുണ്ട്. ദൈവത്തിന്റെ ദൂതൻ മറിയോട് വന്നിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞ് എനിക്ക് വന്നിട്ട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരി എലിസബത്തിനെ ലോകം മച്ചിയെന്ന് പറഞ്ഞവൾക്ക് ഇതിപ്പോ 6-ാം മാസം എന്ന് പറഞ്ഞു. ഈ 6-ാം മാസം പറഞ്ഞിട്ട് മറിയ ഓടിച്ചെന്ന ഏത് വീട്ടിലോട്ട് ചെന്നു? 6-ാം മാസമായി എലിസബത്തിനെ കാണാൻ ചെന്നു. എലിസബത്തിനെ കാണാൻ ചെന്ന് മറിയ വന്ദനം പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചേ? ഈ വന്ദനത്തിന്റെ സൗണ്ട് കേട്ടപ്പം ഉദരത്തിൽ കിടക്കുന്ന പിള്ള ഇപ്പൊ വെളിന്ന് പറയുന്ന സൗണ്ട് വരെ എവിടെ കിടക്കും? ആരെ സ്വാധീനിക്കും? കുഞ്ഞിനെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് വെളിന്ന് ഈ കുഞ്ഞ് ഉദരത്തിൽ കിടക്കുമ്പോൾ പുറത്ത് കിടന്ന് കാണിക്കുന്ന സംഘർഷണങ്ങൾ, ബഹളം എല്ലാം കുഞ്ഞിനെ ബാധിച്ചിരിക്കും. ഞാൻ കൗൺസിൽ ചെയ്യുമ്പോഴൊക്കെ പറയൂ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഈ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ സമ്മർദ്ദം കുഞ്ഞിനെ ബാധിക്കും. സിഗ്നൽ കൊടുക്കുക. കുഞ്ഞിനറിയാം, ഒരപ്പനം പറയും വരക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഈ കുഞ്ഞു വേണ്ടായിരുന്നു, ഈ സമയത്ത് വേണ്ടായിരുന്നു, ഇതൊക്കെ പറയുമ്പോൾ കുഞ്ഞിന്റെ അകത്തേക്ക് ഇഞ്ചക്ഷൻ. ഞാൻ അൺവാണ്ടഡ് ആണ്, ഈ ലോകത്തിലേക്ക് ഞാൻ വരേണ്ടവനല്ല, എന്തോ ഒരു കുറവുണ്ട്, ഹല്ലേലൂയ, എന്നെ ആർക്ക് അപ്പത്തൊട്ടേ അവന്റെ ഉള്ളിൽ ഒരു ബാഡ് സിഗ്നൽ ചെല്ലുകയാണ്. ഒരു വലിയൊരാൾ എന്നോട് പറഞ്ഞ് സംസാരിച്ചത്, പാസ്റ്ററേ, ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോ, 3-4 കുഞ്ഞുങ്ങളുണ്ട്, ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോ ആ കുഞ്ഞിനെ വളർത്തിയ ഭയങ്കര സ്ട്രഗിൾ വന്നു. കാരണം ഇപ്പൊ ആക്കിയൊന്നും കുഴപ്പമില്ല, കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആദ്യ സമയങ്ങളെ സ്ട്രഗിള്, വീട്ടിലെ സ്ട്രഗിള്, മറ്റു സ്ട്രഗിള്, ആ പ്രഷറിന്റെ മധ്യത്തിൽ ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് വളർത്തിയെടുക്കാൻ ഒരു 5-6 വയസ്സ് വരെ ഭയങ്കര പാടുപെട്ടു. കാരണം അതിന്റെ ബുദ്ധിമുട്ടും ഏതിനെ ബാധിച്ചു? കുഞ്ഞിനെയും ബാധിച്ചു. സിഗ്നൽ കൊടുക്കുന്നുണ്ടോ? ചെറിയ പ്രായം മുതലേ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ കയറും. പിന്നെ വളർന്ന്
സ്കൂൾ ടൈം, കോളേജ് ടൈം ഒക്കെ ജീവിതത്തിൽ മനസ്സിന് മുറിവുണ്ടാക്കാൻ പറ്റിയ സമയങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മളിലേക്ക് ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ഇല്ല. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. കാണുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ എന്തോ ഉണ്ടാവും, ഭയങ്കര സംഘർഷങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കും. ഉള്ളിൽ കിടപ്പുണ്ട്. അവർക്ക് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല, പക്ഷെ ചിലതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഊർന്നിറങ്ങിയിട്ടുണ്ട്. ഇപ്പഴല്ല, ചില സമയത്താണ് ഈ സാധനം പൊങ്ങി വരുന്നത്. ഇനി ശ്രദ്ധിച്ചോ, പ്രധാനമായി മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യം. ഒന്ന്, നമ്മുടെ വികാരം. എഴുതി വേണമെങ്കിൽ എടുക്കുക. ഒന്ന്, വികാരങ്ങൾ, ഇമോഷൻ. 2, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ഓർമ്മകൾ. വികാരങ്ങൾ, ഇമോഷൻസ്, ഇമാജിനേഷൻ, സങ്കല്പം, ഓർമ്മകൾ. 3, മെമ്മറീസ്. ഇനി ഒന്നാമത് പറയാം, ഇമോഷൻ, വികാരം. എല്ലാവരും ശ്രദ്ധിച്ചോ. ഞാനിത് പറഞ്ഞ് മൊത്തം തീർന്ന, സത്യം പറഞ്ഞ് ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് ഭയങ്കര വിടുതലായി തരും. ഞാനിപ്പോൾ സമയം മുന്നോട്ട് നോക്കുമ്പോൾ എനിക്കിത് എവിടെ കൊണ്ട് നിർത്താൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല. എങ്കിലും ഓടിക്കുകയാണ് ഞാൻ. വേഗം ശ്രദ്ധിച്ചോണം. വികാരം. ഈ സ്നേഹം നല്ലൊരു വികാരം ആണോ ഇല്ലയോ? പക്ഷെ കോപമോ? അത് തിന്മ നിറഞ്ഞൊരു വികാരമാണ്. മനസ്സിനെ ബാധിക്കുന്ന സംഭവം പറയാം. കോപം എന്താണ്? തിന്മ നിറഞ്ഞ വികാരം. ചിലരുടെ ജീവിതത്തിൽ അതാ മനസ്സിനെ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലരുണ്ട് ശുഭ്രകോപികളായി തീരും. പെട്ടെന്ന് നടക്കുക. ഇതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഒരു നാശനഷ്ടം ഉണ്ടായിരിക്കും. ഒന്ന് വീട്ടിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കുറേ നാൾക്ക് മുമ്പ് ഇന്ത്യയിൽ നല്ലൊരു വ്യക്തിത്വമായി തീരേണ്ട ഒരു വ്യക്തിയാണ്. ഒരു വലിയ ഫേമസ് കുടുംബത്തിലെ 2 പേര്, രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള പരേ കേസ പറയുന്നില്ല, ഞാൻ പേര് പബ്ലിക്കിലായിട്ട് പറയുന്നില്ല. അപ്പം ഭയങ്കര സ്നേഹമുള്ള സഹോദരൻ. പക്ഷെ എന്തോ കാര്യത്തിൽ 2 പേരും വടക്കുണ്ടായി. ചേട്ടനും അനിയനും അങ്ങോട്ട് ഒരുത്തനെ എടുത്ത് തോക്കെടുത്ത്, അവരുടെ തോക്കൊക്കെ ഉള്ള ഫാമിലിയാ, എടുത്ത് വെടിവെച്ചു. വെടിവെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് എന്റെ സ്വന്തം സഹോദരനാണല്ലോ. പിന്നെ കണ്ണീരായി കൈവിട്ടുപോയി. ശുഭ്രകോപം കയറി. പക്ഷെ കോപം തീർന്നതിന് മുമ്പേ തണുത്തു. അധികം 5 10 1 മണിക്കൂറിനാണ് തണുത്തു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ കാണിച്ചുകൂടെ. നമ്മൾ ചിലപ്പോൾ നിഷ്കളങ്കയിലായിരിക്കും, പക്ഷെ ആ സമയത്ത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സംഭവം നമ്മൾ വേഗത്തിൽ തണുക്കുകയും ചെയ്യും. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങൾ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങളെ നമ്മൾ ഭയങ്കരമായി ശ്രദ്ധിക്കണം. ആ ഇമോഷന്റെ അകത്ത് വരുന്ന സംഭവമാണ് നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു സംഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എന്തായിട്ട് എടുക്കണം? അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ ഇങ്ങോട്ട് നമ്മൾ ചൂടായി. ഒരാൾ ചൂടായതുകൊണ്ട്, അവൻ അറിയാതെ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൊണ്ടോ, നമ്മുടെ ഇമോഷൻസാ. ഇപ്പൊ ഒരാള് ബസ്സിൽ കയറുന്നില്ല. എന്താ സിസ്റ്ററെ 1 മണിക്ക് 1:45 ബസ്സിൽ പോവാത്ത? എന്തിനാ ഈ 1/2 മണിക്കൂർ താമസിച്ച് 1:15 ബസ്സിന് പോകുന്നേ? ഒറ്റ വിഷയമുള്ളൂ. ഒരു ദിവസം വന്നപ്പോ കണ്ടക്ടർ പറഞ്ഞു, അത് മേലോട്ട് കയറിയിരിക്കും, ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുന്ന കണ്ട് പറഞ്ഞ് 2 ചൂടായപ്പോ പിന്നെ ആ ബസ്സിൽ പിന്നെ കയറത്തില്ല. അത് എന്താ കാര്യം എന്നറിയാമോ? അവൻ ചൂടായത് എല്ലാവരുടെ മുമ്പിൽ എന്തോ ഒരു മുറിവ് വന്നുള്ളി. ഇനി ആ 1:45 ബസ്സിൽ കയറത്തില്ല. എന്നാ ചിന്തിക്കണ്ടേ? സ്ഥലം ഉണ്ടായതുകൊണ്ട് ആ സമയത്ത് പറഞ്ഞു, ചൂടായി പറഞ്ഞു, അത്രേ ഉള്ളൂ, വിട്. ചില നമ്മുടെ ജീവിതത്തിൽ അതാണ്, ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. അല്ലെങ്കിൽ ആ മൈൻഡിന്റെ അകത്ത് മുറിവ് കയറി പിന്നെ അവനെ കാണുമ്പോൾ, ബസ് കാണുമ്പോഴൊക്കെ നമുക്കൊരു ഇത് സംഭവം തൊടുമ്പോൾ എല്ലാം ആഴത്തിൽ തൊടും. ഇതുപോലെ പല സംഭവം ഉണ്ട്. ചിലത് കാണുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റഡ് വരുന്നെങ്കിൽ മനസ്സിലായിക്കോണം, എന്തോ ഇതിന് മുമ്പേ ഒരു മുറിവ് പറ്റി നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ, മനസ്സിന്റെ അകത്ത് എവിടോ ഒരു മുറിവ് പറ്റി. അതിന് ബുദ്ധിമുട്ടാ. അപ്പൊ ചിലത് വരുമ്പോൾ നല്ല റൈറ്റ് ആറ്റ് അവൻ അറിവില്ലായതുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ തെറ്റായിരിക്കും, പോട്ടെ, വിട്ടുകള. ഇമോഷൻസ്. ആമേൻ, ഹല്ലേലൂയ. ചിലതിനെയൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ കുറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കും. എവിടോ ഇതിന് മുമ്പ് ആ സംഭവം വെച്ചോ, ആ ഏരിയ വെച്ചോ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കിടന്ന് ഭയങ്കര പൊട്ടുന്നത്. മനസ്സിന് മുറിവേറ്റു. ഒത്തിരി പറയാനുണ്ട്, അതിനെ ഇതാക്കാം. അല്ലെങ്കിൽ ഈ ഇമോഷൻസ് നമ്മൾ റെഡിയാക്കിയില്ലെങ്കിൽ നമ്മളും പൊട്ടും, നമുക്കും കുഴപ്പമോ. എന്നാൽ അവൻ അറിവില്ല. എന്തുകൊണ്ട്? നമ്മൾ ആ എന്തെങ്കിലും കാര്യം വരുമ്പോൾ വളരെ ജാഗ്രതയോടെ സംസാരിക്കാം, ഇടപെടുക. നമ്മുടെ വികാരത്തെ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതുപോലെയാണ് ഇമാജിനേഷൻ, നമ്മുടെ സങ്കല്പങ്ങൾ.
പ്രത്യാശ, നാളെ നല്ലത് നടക്കുമെന്നൊരു ചിന്ത, അത് നല്ലൊരു സങ്കല്പമാണ്. പക്ഷേ ഈ നെഗറ്റീവ്, നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മുടെ പലരുടെയും പ്രശ്നം അതാ, മനസ്സിൽ പലതും ആവശ്യമില്ലാതെ ചിന്തിക്കും. ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, നാട്ടുഭാഷയെ പറയാം. ഈ ആറ്റിന്റെ അപ്പുറത്ത് നിൽക്കുന്ന പട്ടി തുടല് പൊട്ടിച്ച് പെട്ടെന്നെങ്ങാനും ഈ ആറ് വറ്റി ഈ കരയെ വന്ന് എന്നെ കടിച്ചാലോ? എന്തൊക്കെ നടക്കണം? പട്ടിയുടെ തുടല് പൊട്ടണം, നിമിഷ നേരം കൊണ്ട് ഈ ആറ് എന്ത് ചെയ്യണം? വറ്റണം. ഈ പട്ടി പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് കടിച്ചാലോ? ഇമാതിരി സംഭവത്തിലാണ് പലരും ജീവിക്കുന്നത്. നാളെ തിന്മ സംഭവിക്കും. പല ഇമാജിനേഷൻ, സങ്കല്പം. അതാ സദൃശ്യമാക്കി എടുക്കണ്ട. 23 പറയുന്നു, അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നു. ഇരുന്നങ്ങ് കൂട്ടുക. എന്റെ ജീവിതം, എന്റെ ഇത് കണക്ക് കൂട്ടുക. അങ്ങനല്ല ദൈവം വിളിച്ചത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളും സങ്കല്പങ്ങളും അതിനെന്ത് ചെയ്യണം? വചനം വിളിച്ചു പറയണം. എന്റെ ദൈവത്തെ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ 45 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിലെല്ലാം ഇന്ന രോഗം വന്നോ, എനിക്കും വരും. ഇത് ചിന്തിച്ചാൽ വരും. സങ്കല്പം അകത്ത് കയറില്ല. ഇതിന്റെ ജാഗ്രതയോടെ ഹൃദയത്തെ ചെയ്യണം. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ നമ്മൾ യാത്രയിൽ, ജീവിതയാത്രയിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു സിബ് നമ്മൾ ഇട്ടേക്കണം. എല്ലാം ഒന്നും അകത്തോട്ട് കയറ്റരുത്. അകത്തോട്ട് കയറ്റിയാൽ അകത്ത് മുറിവുകളുണ്ടാവും. അതിനെ ഏറ്റവും ജയിക്കാൻ വനം. ഇതിന്റെ പ്രശ്നം എന്താ? ഈ ചിന്ത വരാൻ കാരണം നമ്മൾ ജനിച്ചു വളർന്ന ജീവിത രീതി, വിശ്വാസ രീതി നമ്മളെ സമ്മതിക്കത്തില്ല. അത് നമ്മുടെ പ്രായമുള്ള ഒത്തിരി പേർക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അത് അവരുടെ ഉള്ളിൽ അതാ ഈ കിടക്കുന്നത്. ഈ ജനിച്ചു വളർന്ന ചിന്താരീതി കിടക്കും. അത് വെച്ച് അടുത്ത തലമുറയ്ക്കും പറയും. ഇവരാണ് സംഘർഷം ഉണ്ടാകുന്നത്. നമ്മൾ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നേ? അത് അന്ന് സംഭവിച്ചു, ഇങ്ങനെ സംഭവിക്കണം. നമ്മുടെ ആവശ്യമില്ല. നമ്മൾ വചനം വിളിച്ചു പറ, വചനം ചിന്തിക്കുക, നല്ലത് വരുമെന്ന് ചിന്തിക്കുക, ശുഭമായത് ചിന്തിക്കുക. വചനം വിളിച്ചു പറഞ്ഞ് ചിന്തകളെ നമുക്ക് ആർക്കിന്റെ ജീവിതത്തിൽ അനാവശ്യ ചിന്തകൾ വരുന്നെങ്കിൽ ദൈവവചനം വിളിച്ചു പറഞ്ഞ് വചനം നിറച്ച് ജയിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഓർമ്മകൾ, മെമ്മറീസ്. മെമ്മറി. ജീവിതത്തിൽ ചില സംഭവങ്ങൾ സംഭവിക്കും. അതിനെ നല്ല രീതിയിൽ അപ്പോൾ എടുത്തില്ലെങ്കിൽ ആ ഓർമ്മ നമ്മളെ ഒരു പൈശാചിക വ്യാപാരം പോലെ നമ്മളെ പിന്നാലെ തുടരും. ചിലർക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ട്. കാരണം ഒരു ചില വളവ് ചെല്ലുമ്പോൾ നാട്ടൻ ഭാഷ നമ്മൾ ഒരു കാരണവുമില്ലാതെ പോലീസ് നമുക്ക് പെറ്റിയടിച്ചാണ്. പിന്നെ ആ വളവ് കാണുമ്പോൾ ഉള്ളിൽ എന്തോ ഉണ്ട്. ചിലർ ചിരിക്കുന്നു. മനസ്സിലായി? ആണോ ഇല്ലയോ? ഓർമ്മകൾ. ഈ ഓർമ്മകൾ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത്, നല്ല ഓർമ്മകളുണ്ട്, ചില കാര്യം ഓർത്തി. പക്ഷെ അനാവശ്യമായ ജീവിതയാത്രയിൽ ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സിൽ അങ്ങനെ സംഭവിച്ചു. എന്തിനാ നമ്മൾ ചെയ്യാൻ ഓർമ്മ അകത്തോട്ട് കയറ്റിയേ? അത് അപ്പം സംഭവിച്ച് വിടണം. ചില ഓർമ്മകൾ നമ്മുടെ അകത്ത് നമ്മളെ വല്ലാതെ, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ മുന്നേറ്റത്തെ എല്ലാം ബാധിക്കും. അതെന്താ ഓർമ്മ വരാൻ കാരണം? ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ അതുമായിട്ടുള്ള നമ്മുടെ ആ ഇടപാടാണ് റെസ്പോൺസ് അനുസരിച്ചിരിക്കും. നമുക്കത് നല്ല ഓർമ്മയാട്ടോ നല്ലതാട്ടോ വരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും പലതും സംഭവിക്കും, ഇൻസിഡന്റുകൾ സംഭവിക്കും. പക്ഷെ അത് ഓർത്തോണ്ടിരുന്ന നമ്മുടെയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അയ്യോ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിച്ചു. ഞാൻ അതിലേക്ക് വരാൻ പോവാ ഇനിയുള്ള മിനിറ്റ്. അതൊക്കെ സംഭവിച്ചെന്നിരിക്കാം. എന്തിനാ അത്? ഞാൻ ഇതിൽ നിന്നും, ഒരു സൗഖ്യത്തിൽ നിന്നും ഭയങ്കരമായി വിടുതൽ കിട്ടിയൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഇത്ര പ്രസംഗിക്കുന്നത്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന് ഈ അകത്ത് നല്ലൊരു സൗഖ്യം പ്രാപിച്ചൊരു മനുഷ്യനാണ്. അതിനുശേഷം ഇനി ശ്രദ്ധിച്ചോണം, അങ്ങനെ ഒന്നും ഒരു ചെറിയ സംഭവം എന്നെ ബാധിക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ചെറിയ സംഭവം എന്നെ, കാരണം ഒരു ഇടയനായി ശുശ്രൂഷകരായ ദൈവത്തെ പലരുടെയും വേദനയുടെ അനുഭവങ്ങൾ, മരണങ്ങൾ, അടക്കങ്ങൾ, ശുശ്രൂഷകൾ, തകർച്ചകൾ, ഇതൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയും ഈ ഡീലിംഗ് ഒക്കെ ഇടപെടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സംഭവം ഉണ്ടാകത്തില്ല. നമുക്ക് ഉള്ളിലുണ്ടെങ്കിലും ദൈവം അത് അനുവദിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു അഭിഷേകം തന്നൊരു ഇടയ ശുശ്രൂഷകനായതുകൊണ്ട് അഭിഷേകം തന്ന് ദൈവം നിർത്തിയേക്കുക. ഇതിനെല്ലാം ഡീൽ ചെയ്യണമല്ലോ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആളെ തരണം ചെയ്ത് ഡീൽ ചെയ്യാൻ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നർ ഹീലിംഗ് സൗഖ്യമായ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇനി ശ്രദ്ധിച്ചോ, ഈ എന്നെ പോലും പിടിച്ചൊരു സംഭവം അപ്പുറം മനസ്സിലായി. ഏത് മനുഷ്യനും വേണ്ട ഒരു സംഭവം എന്നാണ്. കുറെ നാൾക്ക് മുമ്പേ നമ്മുടെ സഭയിലെ പലരും വരും, പലരും പോകും, പലരും വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട് വിഷയം. പക്ഷെ ഒരു വ്യക്തി സഭയിൽ നിന്ന് പോയപ്പോ എന്റെ ഉള്ളിൽ ഭയങ്കര വിഷമം. അത്ര അടുത്ത് വന്നു, അത്രയും തലേന്ന് വരെ ബന്ധപ്പെട്ട് ഒരു കാര്യമില്ല. എന്തോ നമുക്ക് ഭയങ്കര വിഷമം. ഫോൺ വിളിച്ചിട്ട് കൊടുക്കുന്നില്ല, എന്തോ കാര്യമൊന്നും നമുക്കും അറിയുന്നില്ല. ഭയങ്കര വിഷമം. പോകേണ്ടവൻ പോയി, അവന് ടാറ്റ പറഞ്ഞ് അവൻ സന്തോഷിച്ചു പോയി. പക്ഷെ ഞാനിരുന്ന് എന്ത് ചെയ്യുക?
പറ. ആ ഓർമ്മ പോയല്ലോ. അപ്പൊ ഞാൻ തന്നെ ചിന്തിക്കുക, ഈ ഞായറാഴ്ച ഞാൻ പ്രസംഗിക്കുന്നില്ല, ഗസ്റ്റ് പാസ്റ്ററിനെ കൊണ്ട് പ്രസംഗിക്കാം. കാരണം എനിക്ക് പ്രസംഗിക്കാൻ തോന്നുന്നില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ എന്തായി? ആ ഓർമ്മ എൻ്റെ അകത്ത് എന്ത് വന്നു? മുറിവ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക്, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. പോണ്ടവൻ ചിരിച്ചുകൊണ്ട് പോകും. ഇത് പിശാച് നമുക്ക് ഇട്ടിട്ടുന്ന പണിയാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ വർദ്ധവനെ വിളിക്കുക. ഹല്ലേലൂയ. മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ അതിൽ നിന്ന് റിലീസ് ചെയ്ത് പുറത്തു വന്നു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇതാണ്. മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമില്ല, നമ്മുടെ ലൈഫിലെ മനസ്സിനാണ് മുറിഞ്ഞത്, നമുക്കാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് എൻ്റെ ദൈവത്തെ ശബ്ദമുള്ള പറ, ചിലതൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാം നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല സംഭവിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, നിന്റെ ജനിച്ചു വളർന്ന പശ്ചാത്തലം മുതൽ എന്തൊക്കെയോ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ, പക്ഷെ നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. നിനക്കതൊരു ബുദ്ധിമുട്ടായി മാറല്ലേ. അപ്പൊ നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ നമ്മളെ ബാധിക്കും. ഇനി ശ്രദ്ധിച്ചോണം, നമുക്ക് ആന്തരികമായ ഒരു മുറിവുണ്ടോ? മുറിവ് പറ്റുമോ ഇല്ലെന്നല്ല ശ്രദ്ധിക്കണമെങ്കിൽ ഒരു 3-4 കാര്യം എന്ന് പറയുമ്പോൾ ഉണ്ടോ? അത് മനസ്സിനും ശരീരത്തിനും വെളിപ്പെടുന്ന ചില അടയാളങ്ങളോടെ നമുക്ക് ആന്തരികമായ ഒരു മുറിവുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റും. ഒന്ന്, ഈ സെൽഫിറ്റി എന്ന് പറയും, സ്വയം സഹതാപം, സെൽഫ് ഹേറ്റഡ്, സ്വയവിരോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷാബോധം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം, നമ്മുടെ ഹൃദയത്തിൽ എവിടോ മുറിവ് വന്നിട്ടുണ്ട് എന്നോ സമയത്ത്. സ്വയം എന്നെ കൊണ്ട് കഴിവില്ല, ഞാൻ ഇങ്ങനെയാ, ഞാൻ ജനിച്ചത് ഇങ്ങനെ ആയിപ്പോയി, എന്നെ ആർക്കും വേണ്ട, അപകർഷാബോധം, 10 പേരുടെ മുമ്പിൽ വരുന്നില്ല, എന്നെ ആർക്കും വേണ്ട, സ്വയം ജീവിതത്തോട് ഞാൻ എന്തിനാ ജനിച്ച, ഇന്ന അപ്പനമ്മ എന്തോ ഇങ്ങനെ, സ്വയവിരോധം, സെൽഫ് പിറ്റി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിന്ത കയറുക, നമ്മൾ തന്നെ മനസ്സിനെ തളർന്ന വാക്കുണ്ടാകുക, ഒരു കുറ്റബോധം ഉള്ളിൽ തോന്നുക. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോണം, എവിടൊക്കെയോ കഴിഞ്ഞ നാളുകളിൽ ജീവിതയാത്രയുടെ അനുഭവത്തിൽ മുറിവ് ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? അങ്ങനെ എന്തിനാ നമ്മൾ ചിന്തിക്കുന്നേ? ചിലപ്പോ അങ്ങനെ ആയിക്കോട്ടെ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനല്ല നമ്മൾ ദൈവം വിളിച്ചത്. സഹതാപം, സ്വയം ഒരു സഹതാപം. ഓ എന്റെ അങ്ങനെയുള്ളവർ ഒരിക്കലും ഉയർച്ച പ്രാപിക്കത്തില്ല. സ്വയം നമ്മളോട് തന്നെ വരും. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ കറുത്ത കേട്ടോ, വെളുത്ത കേട്ടോ, മുഖത്ത് പാടുണ്ടോ, പാടില്ല, അതേ മുടി ഉണ്ടോ, മുടിയില്ല, അത് എന്തിനാ? നീ നിന്നെ തന്നെ സ്നേഹിക്കണമെന്നാ ബൈബിൾ പറഞ്ഞത്. ആദ്യം നീ നിന്നെ സ്നേഹിക്കണം, എന്നാലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അവരൊക്കെ പറഞ്ഞു, ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പറ. അയ്യോ ബുദ്ധിമുട്ടല്ലയോ, കണ്ണാടി മുമ്പിൽ നോക്കുമ്പോ അയ്യോ എന്റെ പോലെ എങ്ങനെ ആയി പോലെ. കെട്ടുപൊട്ടണം. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ, കെട്ടുപൊട്ടണം. ഓർമ്മകൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞില്ലയോ, നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലതൊന്നും എപ്പോഴും വരണമെന്നില്ല. പക്ഷെ അതിനെ എടുത്ത് ഫുട്ബോൾ അടിച്ച് തട്ടിക്കളയുന്ന പോലെ എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. അതൊന്നും നമ്മുടെ മനസ്സിന്റെ അകത്തോട്ട് കയറില്ല. കാരണം ഇത് ഫലം കായ്ക്കാനുള്ള മനസ്സാ, ക്രിസ്തുവിന്റെ മനസ്സായിട്ട് ജയിക്കാനുള്ളതാ. സ്വയം എന്തിനാ നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഓക്കെ, പണമില്ല, കാശില്ല, ഇതില്ല, അപ്പനമ്മ ഇങ്ങനെ എന്തിനാ വിട്ടുകളാ? നിനക്ക് ഇനി ഭയങ്കര സാധ്യത എന്റെ കർത്താവ് തുറന്നു വെച്ചേക്കുവാ. അതില്ലല്ലോ, എന്താ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നീ ജയാളിയല്ലേ. ആർക്കും നിന്നെ വേണ്ടെങ്കിൽ ആര് പറഞ്ഞ ആർക്ക്? കർത്താവിന് നിന്നെ വേണം. അതുകൊണ്ട് നിന്നെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്നെ വേണ്ടെന്ന് ആരെങ്കിലും ചിന്തിക്കുക, നീ വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, ഭാര്യയ്ക്ക് വിട്ടേകളാ. ഹല്ലേലൂയ. കർത്താവിന് നിന്നെ വേണം. അതിന്റെ പുറകെ ജീവിച്ചിട്ട് എന്റെ കൂട്ടുകാരന് വേണ്ട, എന്റെ ഇപ്പാപ്പന് വേണ്ട, ഇമ്മാമന് വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ കർത്താവിന് നിന്നെ വേണം. നീ എന്തിനാ ഞെരുങ്ങി ജീവിക്കുന്നേ? നിന്റെ മൈൻഡ് ഫ്രീ ആ. അവൻ എന്നെ തള്ളി, അവൻ എന്നെ പുച്ഛിച്ചു, എന്നെ അവനെ മാറ്റി നിർത്തിക്കോട്ടെ. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും കരം പിടിച്ച് ഉയർത്തുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ട്. നീ കറുത്തായാലെന്താ, വെളുത്തായാലെന്താ, വണ്ണം ഉണ്ടായാലെന്താ, വണ്ണം ഇല്ലാലെന്താ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയാലെന്താ, നീ കർത്താവിന്റെ വകയാ. ജയിച്ചു കയറോ. ഉള്ളിലെ ചില മുറിവുകൾ ഉണങ്ങട്ടെ ഇപ്പോ തന്നെ. എല്ലാ സ്വയ സഹതാപം മാറട്ടെ, എല്ലാ അപകർഷാബോധവും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും. പബ്ലിക് വരാൻ വേണ്ടി എന്തിനാ പബ്ലിക്? ബന്ധുക്കടയും കൂട്ടുകാരുടെ മുമ്പിലൊക്കെ പോകുമ്പോൾ എന്തിനാ? നിനക്ക് കുറവുണ്ട്, നിനക്കെന്താ വിഷയം? നിന്റെ കൂടെ കർത്താവില്ലേ? നിക്ക് അവിടെ ജയം കാണാൻ പോന്നേ. എന്തൊക്കെയോ കർത്താവ് തൊട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ചില ഫ്രീ ആവാൻ പോവാ, മൈൻഡ് ഫ്രീ ആവാൻ പോവാ. ഈ ആത്മവിശ്വാസ കുറവുണ്ടായാൽ നിനക്ക് ഈ ഭൂമി ജയിക്കാൻ പറ്റത്തില്ല. ആത്മവിശ്വാസ കുറവുണ്ടാവരുത്. അതിന്റെ അർത്ഥം കഴിഞ്ഞ എന്താ മുറിവ് ഞാൻ പറയാം, എന്തുകൊണ്ടാ മുറിവ് പറ്റിയെന്ന് ഞാൻ പറയുമ്പോ ഇപ്പൊ എന്റെ സൈൻ പറയാം, അകത്തൊരു ഹീലിംഗ് വേണ്ട എന്റെ സൈൻ പറയാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചിലരെ തൊട്ടിരിക്കും. ആത്മവിശ്വാസം കുറവ്, ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ നടത്തുന്നത് കാരണം എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറവ് നമുക്ക് പറ്റി. രണ്ട്, നമുക്ക് അടയാളം ഡിപ്രഷൻ, വിഷാദ രോഗം. ഇന്നത്തെ കാലത്ത് കൊച്ചു പിള്ളേർ വരെ, ഒരു കൊച്ചിനോട് ചോദിച്ചപ്പോൾ എനിക്ക് വിഷാദ രോഗമാണ്, എന്റെ സ്പെല്ലിംഗ് പോലും എന്നെ അറിയത്തില്ല, പക്ഷെ പറയാ വിഷാദ രോഗം. കാര്യമുണ്ട്. നിരാശ, മന്ദത മനസ്സ്, വാട്ടം തട്ടുന്ന മനസ്സ്, ഇതാ നിരാശ. ഈ പരിധി വിട്ട് ദീർഘശ്വാസം, അപ്പരെ മനസ്സിലാക്കണം മനസ്സിന് സൗഖ്യം വേണം. ഇങ്ങനെ ഇരുന്നേ നമ്മുടെ സാധാ ശ്വാസം വിടും, ഇടയ്ക്കൊക്കെ അങ്ങനെ വരുന്നുണ്ടോ? മനസ്സിന് സൗഖ്യം വേണം. എവിടോ ചില മുറിവ് കിട്ടി, ആഗ്രഹിച്ചത് നടക്കാത്ത എന്തോ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഡിപ്രഷൻ വരുമ്പോ നല്ല സ്ഥലത്ത് പോകത്തില്ല, നല്ല ഡ്രസ്സ് ഇടത്തില്ല, ഇതെല്ലാം ചെയ്തിട്ടെന്തോ, വീട് അടിച്ചിട്ടെന്തോ, മുറ്റം അടിച്ചിട്ടെന്തോ. സഹോദരന്മാരെ കാര്യം പറയാം. ഭാര്യ ഭർത്താവ് പോയി, മക്കളും പോയി, എല്ലാം പോയി, 10-11 മണിയായാലും വീട്ടിലെ പാത്രം കഴിയിട്ടില്ല. ഇനിയിപ്പോ കഴിയിട്ടെന്തോ, എന്നാൽ ഈ വീടൊക്കെ തന്നെയല്ലേ. ഗൗരവമായ സീരിയസ് കാര്യം പറയുന്നത്. സഹോദരന്മാരായാലും അതെ, ഇതൊക്കെ തന്നെ ആയില്ല. അല്ല, തെറ്റുപറ്റിയ ഒരു ഡിപ്രഷൻ നിന്റെ അകത്ത് വീണിട്ടുണ്ട്. ഇത് നാശത്തിലേക്കും ജീവിതത്തിലേക്കും മാറും. ജീവിതം നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും വരെ ഇത് പോവും. അകത്ത് ഡിപ്രഷൻ കയറി ഈ ആത്മഹത്യ ചെയ്യുന്ന ഉടനെ നമ്മളിലേക്ക് ഈ സ്കൂളിലെ പിള്ളേർ അത് പോട്ടെ, അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് കിട്ടി, തോറ്റു പോയി ചത്തു. നമ്മളിലേക്ക് ഇന്നലെ അങ്ങോട്ട് തോറ്റു. അവ ഇന്നലെ ചിന്തിച്ച റിസൾട്ട് വന്നപ്പോ ചിന്തിച്ചതല്ല. ഇവൻ ഒരു വർഷം മുമ്പേ ചിന്തിക്കുക, ഞാൻ തോറ്റാൽ എന്ത് ചെയ്യും? അപ്പൻ അംഗീകരിക്കോ, അമ്മ അംഗീകരിക്കോ, ഞാൻ വേണ്ടാത്തവനാവും. അന്നേ പറഞ്ഞായിരുന്നു, അപ്പം പറഞ്ഞായിരുന്നു, ജയിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതകത്ത് കയറി കിടക്കുക, ചിന്തിച്ച് ഇമാജിനേഷൻ, വികാരങ്ങൾ കയറി. ഒരു വർഷമായിട്ട് ചിന്തിച്ച് സംഭവിച്ചു, അവർ സംഭവിച്ച് സാധിപ്പിച്ചു. അത് അപ്പൊ തോന്നിയതല്ല, നീണ്ട വർഷങ്ങളുടെ അകത്ത് കയറി ഡിപ്രഷൻ, നിരാശ കയറി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഏരിയ, എല്ലാം പറയുന്നത് എല്ലാവർക്കും അല്ല, ഏതെങ്കിലും അകത്ത് ആയിക്കോട്ടെ, ഇനി അതും വെച്ചോണ്ട് നിനക്കൊരു മാറ്റം ഉണ്ടല്ലോ. പക്ഷെ നീ സ്തുതിച്ചും വിശ്വാസിച്ചും ഇതിനൊരു മാറ്റം ഉണ്ടാവാം. ഒന്നും കൊണ്ട് ചെയ്യാൻ തോന്നുന്നില്ല, മടി. ഞാൻ സാധാരണ പറയാം, മനസ്സിന് പണി കൊടുത്തില്ലെങ്കിൽ മനസ്സ് നമുക്ക് പണി തരും. ഉറക്കെ പറ. മൈൻഡിന് പണി കൊടുത്തില്ലെങ്കിൽ മൈൻഡ് നമുക്ക് എന്ത് ചെയ്യും? വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന അതെല്ലാം ചിന്തിക്കും. നമ്മുടെ മനസ്സിന് നമ്മൾ പണി കൊടുക്കണം, എന്തെങ്കിലും പണി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സെന്ത് ചെയ്യും? ഒന്നുമില്ല, വീട്ടിലിപ്പോ ഞായറാഴ്ച വെറുതെ എനിക്ക് ഒരു കാര്യവും ജീവിതത്തിൽ നടന്നില്ല, ഇന്ന് എനിക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെ എന്തുവാണ്. അങ്ങനെ ഇരിക്കരുത്. വായിക്കാം, പഠിക്കാം, പുസ്തകം വായിക്കാം, വണ്ടി കരുവാം, ഗാർഡൻ ചെയ്യാം, ചെടി നടാം, എന്തെങ്കിലും മൈൻഡിനെ മാറ്റി ദൈവത്തെങ്കിലേക്കും നല്ലതിലേക്കും നിക്ഷേപിക്കുക. ഡിപ്രഷൻ അടയാളം ബൈബിൾ പറയുന്നുണ്ട്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലച്ച. വിഷണ്ണ മനസ്സിന് ഹെവി, ഭയങ്കര കട്ടിയുള്ള ഭാരത്തോടെ ജീവിക്കുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞെന്നാലും എന്തൊക്കെയോ തിന്മകൾ, എന്തൊക്കെയോ ജീവിത രീതികൾ വിട്ടുകളാ. അടുത്തൊരു സംഭവമാണ് അരക്ഷിതത്വം, ഫിയർ, ഭയം, ഇൻസെക്യൂരിറ്റി. അതാണ് ഈ മറ്റുള്ളവരിൽ ഒരു വളർച്ച ഉണ്ടാവുമ്പോൾ നമുക്കൊരു മുറിവ്. കാരണം നമ്മുടെ കൂടെ വളർന്നവൻ, നമ്മുടെ ജീവിതം പെട്ടെന്ന് അവൻ ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ചിലർ ഈ ആവശ്യമില്ലാതൊക്കെ പറയും അവരെ കുറിച്ച്. കാരണം ഒന്നുമല്ല, അവരും പാവാ ഇവരും പാവാ. പക്ഷെ നമ്മുടെ മനസ്സ് എന്തോ ഉണ്ടായി, മുറിവുണ്ടായി. ഓരോന്ന് നിന്ന് പറയേണ്ടതാണ്. ഭയം. ഞാൻ ഒരാളെ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾക്കുമ്പോൾ കൗൺസിൽ ചെയ്യും. ഭയം, സത്യം പറഞ്ഞാൽ വിഷമവും തോന്നി. നല്ലൊരു യൗവനക്കാരൻ, ജീവിതം നശിച്ചു പോയ ഒരു അനുഭവം. പുള്ളി അവന് ഭയം, ആൾക്കൂട്ടത്തിൽ ഭയം. കാരണം അവന്റെ ഒരു +2 സമയത്ത് ഒരു തെറ്റ് കാണിച്ചു. അത് വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാരും കൂടെ പിടിച്ചു. അതിന് ശേഷം ജനങ്ങളെ കാണാൻ അവനെന്താ, വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവം. അതിന് മര്യാദയ്ക്ക് അങ്ങ് അവർ ഡീൽ ചെയ്താൽ മതിയായിരുന്നു, നാട്ടുകാരും അങ്ങ് ഡീൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അവരും അങ്ങ് എന്തോ ആരൊക്കെ ആള് കളിച്ചു. പക്ഷെ അവരൊക്കെല്ലാം ഇന്ന് ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ ഇന്ന് ആ ചെറുക്കൻ അനുഭവിക്കുന്ന വേദന ആൾക്കൂട്ടത്തിൽ വരത്തില്ല. ഭയം.
മനസ്സ് മുറിഞ്ഞു. അറിവില്ലാതെ പറ്റിപ്പോയതാ. പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് മുറിച്ചു. ജനത്തിനിടയ്ക്ക് വരാൻ പറ്റുന്നില്ല. മനസ്സ് മുറിയപ്പെട്ടു. ഭയം, തെറ്റുണ്ടായെന്നോ തെറ്റു, ഇതൊക്കെ ഈ ഭയമൊക്കെ നമ്മളെ ബാധിക്കുന്ന സംഭവം. അതാ ബൈബിൾ പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, സുബോധത്തിന്റെ ആത്മാവ്. ഇനി അടുത്തൊരു മെയിൻപ്പെട്ട കാര്യമാണ് നമുക്ക് ആന്തരിക സൗഖ്യം വേണത്തിന്റെ അടയാളം. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, അൺഫോർഗീവ്നെസ്, കയ്പ്, ബിറ്റർനെസ്, കയ്പ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒന്നിച്ചു പറയാം. ആങ്കർ, പൊടുന്നനെ കോപം, അങ്ങ് ഇറിറ്റേറ്റഡായിട്ട് ജീവിക്കാം. കോപം, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്തത്. ഞാനൊരു കാര്യം പറയാം പ്രിയമക്കളെ, ഈ ക്ഷമിക്കാൻ പറ്റി നമ്മൾ ക്ഷമിക്കണം. മറ്റൊന്നൊരു കുഴപ്പമില്ല, ഈ ക്ഷമിക്കാൻ പറ്റും നമുക്കാ കുഴപ്പം. അയലോകക്കാരനോടൊരു പ്രശ്നം ഉണ്ടായി, നമ്മൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി, അവൻ കിടന്നുറങ്ങും, നമുക്കാ കുഴപ്പം. ആർക്കാ കുഴപ്പം? അവനെ കാണുമ്പോൾ നമുക്കാ കുഴപ്പം. അവനൊരു കുഴപ്പമില്ല. നമ്മുടെ മനസ്സിടിഞ്ഞ്, പാട്ടിടിഞ്ഞ്, പ്രാർത്ഥന ഇടിഞ്ഞ് എല്ലാം. ക്ഷമിക്കണം. ബൈബിൾ ഉടനെ എന്താ പറഞ്ഞത്? ക്ഷമിക്കുവീൻ. ബൈബിൾ പല പ്രാവശ്യം പറഞ്ഞു സമാധാനം ആചരിക്കാൻ ഉത്സാഹിപ്പീൻ, നിങ്ങൾ ക്ഷമിപ്പീൻ, 7 അല്ല 70 വട്ടം ക്ഷമിപ്പീൻ. ഈ ക്ഷമ എന്ന് പറഞ്ഞ ഒരു ഫീലിംഗ് അല്ല, നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഈ ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ തലവേദന മാറും, ഡിപ്രഷൻ മാറും, മനസ്സിന്റെ ഭയങ്കരമായ അസ്വസ്ഥത മാറും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരോടും പറയാം, ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ, വേരുണ്ടെങ്കിൽ മനഃപൂർവ്വമായി ക്ഷമിച്ചേക്കാം. അപ്പനോടോ മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ എന്തെങ്കിലും കയ്പ് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം. അതിന്റെ ലക്ഷണമാണ് കുറവുണ്ട്. അതാണ് ഈ പെട്ടെന്ന് പൊടുന്നനെ പൊട്ടുന്ന ആങ്കർ, ഇറിറ്റേറ്റഡ് സ്വഭാവം. നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മൾ അറിയാവുന്ന മനസ്സിലാക്കണം. കാരണം അവരിൽ എന്തോ ഭയങ്കര മുറിവ് കിടപ്പുണ്ട്. അതുകൊണ്ട് അവർ ഇറിറ്റേറ്റഡ് സ്വഭാവം ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ വല്ലാതെ പൊടുന്നനെ കോപം. കാരണം മനസ്സിന് മുറിവ് പറ്റി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷണം, നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കണം. മുറിവ്, കാരണം എന്തോ ഒരു മുറിവ് പറ്റി. ശരിയാണ്, നമ്മുടെ തെറ്റല്ല, അവരാ നമ്മളെ മുറിപ്പെടുത്തിയ. നമ്മള് ക്ഷമിക്കുക. വീണ്ടും നമ്മളെ മുറിപ്പെടുത്താൻ അവൻ്റെ കയ്യിൽ കൊണ്ട് തല വെച്ച് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ക്ഷമിക്കുക. ക്ഷമിച്ചാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനം ഉണ്ടാവും. നമ്മളൊന്ന് താന്നു കൊടുത്താ, വിട്ടുകൊടുത്താ ഒരു വിഷയമില്ല. നമ്മൾ ആ പിടിവാശി ഒന്ന് മാറാം. നമ്മൾ അല്ല പാസ്റ്ററെ അതല്ല പറ്റത്തില്ല, എന്നോട് ശരിയാ, നിന്നോട് വൈരാഗ്യം ചെയ്തു, സമ്മതിച്ചു, അവനൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു, അവന്റെ മനസ്സ് സ്വസ്ഥമാണ്. പക്ഷെ നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. നിങ്ങൾ പറയുന്നത് ശരിയാ, ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അവർക്ക് വീണ്ടും തലവെച്ച് കൊടുക്കാനല്ല പറയുന്നത്. പക്ഷെ നിന്റെ മനസ്സിന്റെ മുറിവിനെ നീ ഉണക്കണം. എന്നാൽ ചിലതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. ഒരു വാക്കിൽ പിടിക്കാൻ, എന്തിനാ ആ വാക്കിൽ പിടിച്ചോണ്ടിരിക്കുന്നത്? അത് വിട്ടുകളോ. ഹല്ലേലൂയ. ഒത്തിരി കാര്യമുണ്ട്. കോപം, ഈർഷ്യ, envy, പെട്ടെന്നുള്ള ദേഷ്യം. അതാ ബൈബിൾ തന്നെ പറഞ്ഞു, യാക്കോബ് 3 പറഞ്ഞത്, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലഹവും സകല ദുഷ്ടതയുണ്ട്. യാക്കോബ് 3:16. കോപിച്ചാൽ നമുക്ക് ദേഷ്യം വരും. എഫേസ് നമ്മൾ ഇന്ന് വായിച്ച എഫേസ് 4:26-27. കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കോളം വെച്ചുകൊണ്ടിരിക്കുന്നത് പിശാചിന് കോപം ഉണ്ടാകും. പക്ഷെ അത് രമ്യപ്പെടാൻ എത്രയും പെട്ടെന്ന് പിശാചിന് നമ്മൾ എന്ത് ചെയ്യരുത്. അതിനർത്ഥം മനസ്സിന് പിശാചിന് എന്ത് ചെയ്യും? ഇടം കൊടുക്കും. അതുപോലെ ആവശ്യമില്ലാത്ത ആകുല ചിന്തകൾ ഇങ്ങനെ, ഇതെല്ലാം നമ്മുടെ അകത്തെ മുറിവുകളാണ്. ഞാൻ ഇനിയിപ്പം മുന്നോട്ട് പോയ ഒത്തിരി പറയുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് മുറിവുണ്ടായി, മുറിവിന്റെ ലക്ഷണം പറഞ്ഞു. എന്തുകൊണ്ട് മുറിവ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ മുറിവ് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന്. ഒന്ന്, എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മുടെ മനസ്സിന് മുറിവ് ഉണ്ടാകുന്ന കാര്യം. ഒന്ന്, ലഭിക്കാതെ പോയ സ്നേഹം. എന്താണ്? ഉറക്കെ പറ. ലവ് നോട്ട് റിസീവ്. ലഭിക്കാതെ പോയ ഒരു വ്യക്തിയുടെ, എല്ലാവരും ഒരു വ്യക്തിയുടെ ആഹാരവും ഭക്ഷണവും വെള്ളവും എന്ന് പറയുന്ന പോലെ മനുഷ്യന് വളർന്നാൽ കുഞ്ഞു പ്രായം മുതലേ വേണ്ട ഒരു സംഭവമാണ് സ്നേഹം, അംഗീകാരം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, ചിലപ്പോൾ അപ്പ സ്നേഹിച്ചില്ല, അമ്മ സ്നേഹിച്ചില്ല, കൂട്ടുകാരെ സ്നേഹിച്ചില്ല, വേണ്ടപ്പെട്ടവരെ സ്നേഹിച്ചില്ല, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറയാൻ കാരണം, അല്ലെങ്കിൽ ഭാര്യ സ്നേഹിച്ചില്ല, ഭർത്താവ്, ഒത്തിരി കുറവുകളുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കരുത്. നിങ്ങളെ അത് ബാധിക്കും. ആരും എന്നെ സ്നേഹിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കർത്താവ് നിന്നെ, ദൈവ സ്നേഹം തന്നെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ജെറമ്യാ പറയുന്നു, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു. ഇത് വെച്ചോണ്ടെന്ന പ്രശ്നം. ചിലരുണ്ട് അകത്തൊതുക്കും, ചിലർ ഇത് പുറത്ത് കാണിക്കും. അതാണ് ഈ പൊസസീവ്നെസ് എന്ന് പറയും. ചിലർക്കുണ്ടല്ലോ ഈ സ്നേഹം വേറെ ആരോടും വിട്ടുകൊടുക്കാം. ചില ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് രണ്ടും ആയിക്കോട്ടെ, ഈ പെട്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയാം, ചില ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക് വേറെ ആരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയാമോ? ആ സ്നേഹം വേറെ ആരും. കാരണം ഇവർ ഒത്തിരി മുറിവിട്ട്
വിട്ട് സ്നേഹമില്ലാതെ വളർന്നു വന്നതാ. ഇതും കൂടെ ഇനി എന്നെ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്നതാണ് പൊസസിനകത്ത് ജനനം മുതലേ കിട്ടാത്ത സ്നേഹം. മനുഷ്യനെല്ലാം സ്നേഹം വേണം, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അതാണ് ചിലർ പല പ്രേമബന്ധത്തിലേക്ക് റൂട്ട് മാറ്റിപ്പോകുന്നത്. കാരണം സ്നേഹം മനുഷ്യനെല്ലാവരും ആഹാരവും ഫുഡും എന്ന് പറയുന്ന പോലെ തന്നെയാണ് മനുഷ്യന് സ്നേഹം വേണം. ആ സ്നേഹം സ്നേഹിച്ചാൽ അത് ഭാരമില്ല, നമുക്കുണ്ടാവും. ഹല്ലേലൂയ. യാക്കോബിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ കിടപ്പുണ്ട്. ലേയ ഭർത്താവ് സ്നേഹിച്ചില്ല ലേയെ. ഒരു ആദ്യത്തെ കുഞ്ഞുണ്ടായി, രണ്ടാമത്തെ കുഞ്ഞായി, ഭർത്താവ് ഇപ്പൊ സ്നേഹിക്കും എന്ന് പറഞ്ഞ് ഓരോ പേരിട്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് അത് വിട്ടിട്ട് യഹൂദ യഹോവ തന്നെ സ്തുതി പറഞ്ഞ പേരിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പൊ അവക്ക് വിടുതലായി. ഓരോ കുഞ്ഞുണ്ടപ്പം ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, വിട്ടുകളാ. പക്ഷെ അതെല്ലാം കൊണ്ടിട്ട് കർത്താവോട്ട് കണക്ട് ചെയ്ത് ഇനി സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും ഇനി ആ പേരൊന്നും ഞാനില്ല, ഞാൻ എന്റെ ദൈവ കർത്താവിന്റെ പേര് യഹൂദ സ്തുതിക്കുന്നവൻ, ആ പേരിട്ടു. അവക്ക് വിടുതലായി. അതിൽ നിന്നാണ് യഹൂദ ഗോത്രത്തിന് യേശു ജനിക്കാനും ഇടയായത്. കാരണം അവിടെ ഒരു ഇന്നർ ഹീലിംഗ് സൗഖ്യം നടന്നേ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലർ നമ്മളെ സ്നേഹിച്ച് അത് വിഷയമല്ല. അപ്പൊ മുറിവുണ്ടാവാൻ കാരണം സ്നേഹം ലഭിക്കാതെ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എവിടെയെങ്കിലും സ്നേഹം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെ നമ്മൾ ഉണക്കാൻ പോവുകയാണ്. 2, മുറിവുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചും ചെയ്യണം. നമ്മൾ മനസ്സിലാക്കിയവർ സ്നേഹം കൊണ്ടുവർക്ക് നമുക്ക് എന്തോ ചെയ്യണം? ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചില്ല. 2, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ മുറിവുണ്ടാക്കും. അൺഫുൾഫിൽഡ് ഡിസയർ നീഡ്സ് ഇതാണ് എഴുതി വെച്ച. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ മുറിവുണ്ടാക്കും. മനുഷ്യന്റെ ഹൃദയം അതാണ്. അയ്യോ, എനിക്ക് ഇന്ന വിദ്യാഭ്യാസം കിട്ടില്ല, ഇന്ന കുടുംബത്തിൽ ജനിച്ചില്ല, എനിക്ക് കാശുണ്ടായി, ഇങ്ങനായിരുന്നു. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ശ്രദ്ധിച്ചേ. നമ്മുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്, എല്ലാം ഒന്നും പൂർത്തീകരിക്കണമെന്നില്ല. പക്ഷെ അത് ചിലപ്പോൾ ഈ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറിവുണ്ടാക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇത് നടന്നില്ല, എനിക്ക് അന്ന് ആ കോഴ്സ് പഠിച്ചായിരുന്നെങ്കിൽ, അന്ന് ആ കല്യാണം നടന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ആ ജോലി ലഭിച്ചായിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ അന്ന് ആ റൂട്ട് എടുത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു ഒക്കെ സംഭവിച്ചു. പക്ഷെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ മുറിയപ്പെട്ട് ജീവിക്കരുത്. പണ്ടൊരാളെ കൗൺസിൽ ചെയ്തപ്പോ ശ്രദ്ധിച്ചോണം സംഭവം. 25 വർഷം കുടുംബജീവിതം നയിച്ചതാണ്. പക്ഷെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ക്രാഷ് ഉണ്ടായി, പരിഹരിക്കാൻ. ഈ ബഹളം ഉണ്ടാക്കിയപ്പോ അതിന്റെ ഇടയ്ക്ക് ഈ ഭാര്യ 25 വർഷമായി പിള്ളേരുമായി പൊടുന്നനോ എടുത്തൊരു പൊക്ക് പറയാം. അതാണ് ഈ ചിലർ ഉള്ളി കടന്ന് സമയത്തെ പൊട്ടുന്നേ. ഈ പൊട്ടുമ്പോ മനസ്സിലാക്കണം അപ്പുറത്തെ അല്ല, ഭയങ്കര മുറിവടപ്പുണ്ട്. നമ്മൾ ചിലരോട് പറയാല്ല, ഞാൻ ഈ പിള്ളേർക്ക് കൗൺസിൽ ചെയ്യുമ്പോൾ ഞാനിത് പഠിച്ചുകൊണ്ടും ഈ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് കൗൺസിലിംഗ് ഈ സഭയിലുള്ളവർക്ക് കൊടുക്കാറുണ്ട്. ചിലർ അറിഞ്ഞു കേട്ട് വെളിയിൽ നിന്നുള്ളവർക്ക് കൗൺസിൽ കൊടുക്കാറുണ്ട് പറയും. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ അവരോട് ഞാൻ പറയും, ഭാര്യയെ മാറ്റി വിളിച്ചിട്ട് പറയും, ഭർത്താവ് ആവാൻ പോകുന്നവനെ മാറ്റി എടുത്ത് പറയും, ഈ പെട്ടെന്നൊരു പൊട്ട് ഇതുവരെ അച്ചാച്ച ചക്കര അല്ലെ മോളെ കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു പൊട്ടുമ്പോൾ ഇത് എവിടുന്നൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നത് നമ്മൾ ചിന്തിക്കും. ഒന്നും ഭാരപ്പെടരുത്, ഇത് കുറച്ച് നാളായിട്ട് അടിഞ്ഞു കിടക്കുന്നതാ. കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ എവിടുന്ന് ഇത്രയും നാളും പറയും, ഉള്ളി കിടക്കുവാണ് അങ്ങനെ. അപ്പം അതങ്ങനെ ഉണ്ടാവും. ഈ ഉള്ളി ഒത്തിരി കിടക്കുന്നതാണ്. ഒരു സമയത്തെ നമ്മളിരിക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, ഇത് ഇത്ര പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ഇപ്പൊ ദേഷ്യപ്പെട്ടതല്ല, എന്തൊക്കെയോ ഈ ജീവിത സമയങ്ങളിൽ അകത്ത് നിറഞ്ഞ് ഏതോ ഒരു സമയത്ത് കയറി പൊട്ടിയതാ. ആ പൊട്ടിയതാ നമ്മൾ കാണുന്നത്, അകത്ത് കിടപ്പുണ്ട്. ഇനി ശ്രദ്ധിച്ചേ, ഈ സഹോദരി പറയാണ്, ഇത്രയായേ ഒരു ചെറിയ വിഷയ. അതാ പറഞ്ഞ ഈ ഇമാജിനേഷനും ചിന്തയും ആ പൂർത്തീകരിക്കാത്ത ആഗ്രഹം എടുത്തവായി പാസ്റ്ററോട് പറയാ, 25 വർഷം മുമ്പേ ആ ഗവൺമെന്റ് ജോലിക്കാൻ ആ പ്രൊഫസറിന്റെ കല്യാണം മതിയായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതും നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. അതെല്ലാം ഇന്ന് സൗഖ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 25 വർഷം കുടുംബജീവിതത്തെ കാർന്നു തിന്നത് എന്തോ ഒരു കുറവ് വന്നപ്പോൾ, എന്തോ ഒരു നന്മയുടെ കുറവ് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു മാസത്തെ സാമ്പത്തിക കുറവ് വന്നപ്പോൾ 25 വർഷമായിട്ട് ഒരാൾ ഉള്ളിൽ ചിന്തിക്കുക, അന്നത്തെ ആ കല്യാണം മതിയായിരുന്നു. എങ്ങനെ ഈ ജീവിതം ശരിയാവും? എടാ, അത് കരയാനുള്ളത് കളഞ്ഞ് വിട്ടുകളാ. ഇവിടെ നീ ഒന്നിച്ച് കരം കൊടുത്ത് പ്രാർത്ഥിച്ച് നിനക്ക് ജയാളിയാകാം. അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയായില്ലേ?
ഇതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ജോലി, ഈ വീട്, ആ സംഭവം, ആ അപ്പൻ, ചിലർ അങ്ങനെയൊക്കെ ചെയ്തു, ആ അപ്പൻ, ആ അമ്മ, ഈ ഇത് ഇങ്ങനെയൊക്കെ പറ്റി, ആ ഭർത്താവ്, ആ ഭാര്യ, അങ്ങനെ ഇങ്ങനെയൊക്കെ പലതും ചിന്തിക്കും. അയ്യോ ആ വീട്ടിലോട്ട് പോയാൽ മതി, ഈ വീട്ടിലോട്ട് പോയാൽ. അങ്ങനെ ഒന്നുമില്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഹല്ലേലൂയ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പക്ഷെ അത് വിട്ടുകള. പകരം നല്ലത് നമ്മൾ ആഗ്രഹിക്കണം. ശ്രേഷ്ഠ വരങ്ങളും നല്ലത് ആഗ്രഹിക്കും ബൈബിൾ. പക്ഷേ അതിനൊക്കെ അപ്പുറം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നല്ലത് ആഗ്രഹിക്കുകയും ചെയ്യണം, ഉള്ളതിൽ തൃപ്തിപ്പെടാനും പഠിക്കണം. ഇടയ്ക്ക് എപ്പോഴും പറയും, ഉറക്കെ പറ, അടുത്തിരിക്കുക, കൈ കൊടുക്കുക. നല്ലത് ആഗ്രഹിക്കുകയും വേണം, ഉള്ളത് തൃപ്തിപ്പെടുകയും ചെയ്യണം. അമ്മേ, ഈ പരേത് നല്ലതല്ല ആഗ്രഹിക്കേണ്ടത്, ഇനിയും നല്ലത് വരുമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യണം. ഇപ്പൊ ഉള്ളതിൽ എന്തോ ചെയ്യണം? നെഞ്ചത്തോട്ട് കൈ വെച്ചോട്ടെ, ഉള്ളതിൽ തൃപ്തിപ്പെടണം, നല്ലത് ആഗ്രഹിക്കണം. അല്ലേ പണ്ടത് പറഞ്ഞ പോലെ സാധാരണ സൈക്കിൾ കിട്ടാൻ. അപ്പം നമ്മൾ ചിലർ എന്തിക്കും, ഓ ഇത്രയും വർഷമായി സൈക്കിളേ ഉള്ളോ ദൈവമേ. അത് ചവിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും, സൈക്കിളിന്റെ എപ്പോഴും സൈക്കിൾ ചെയിനും പൊട്ടും, എന്നും ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? ഓ ഈ സൈക്കിൾ ഏറ്റം കയറാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടൊന്നുമല്ല, നമ്മുടെ മനസ്സിന്റെ ബുദ്ധിമുട്ടാണ് ഈ സൈക്കിളിന്റെ ബുദ്ധിമുട്ടായത്. ഭയങ്കര ചവിട്ട് കെട്ടി, ഭയങ്കര പാട്, സൈക്കിൾ കയറുന്നില്ല. ബൈക്ക് ആക്സിഡന്റ് എത്ര കൊടുത്തിട്ട് കയറുന്നില്ല. കാരണം ഈ മനസ്സിൽ കാർ കിടക്കുക. അതുകൊണ്ട് സൈക്കിൾ. അപ്പൊ സൈക്കിൾ തൂക്കത്തില്ല, സൈക്കിൾ തുടക്കത്തില്ല. കിട്ടിയിട്ടെന്തോ, ഞാൻ സൈക്കിൾ ഇപ്പൊ തൂത്താലെന്തോ. ഓ ഈ വീട്ടിന് എന്തോ തൂത്ത് നന്നാക്കാൻ, എന്തോ വീടാ, എന്നൊരു വീടുണ്ടാവും. അല്ല, പല വീടായിരിക്കാം. നീ തൂത്ത് തുടക്കേ, ഒരു സമയമാകുമ്പോ നിന്നെ ഞെട്ടിച്ചോണ്ട് ഒരു അത്ഭുതം ദൈവം ചെയ്യും. കണ്ടോ, ഞാൻ പറഞ്ഞ മനസ്സിലായി. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ ഏതെങ്കിലും ഇത്ര, അയ്യോ അങ്ങനെ മതിയായിരുന്നു, ഇങ്ങനെ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്തോ ഉണ്ടാവും? ഈ നല്ല ഫലമുള്ള അവസ്ഥ നമ്മൾ ഇല്ലാതാക്കും. അപ്പൊ റിജക്ഷൻ, ഈ കൊച്ചു പ്രായം മുതൽ നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം. അടുത്ത മുറിവുണ്ടാകുന്ന ഒരു സംഭവമാണ് റിജക്ഷൻ, തിരസ്കരണം. ഞാൻ പറഞ്ഞ പോലെ ആഹാരവും ഫുഡും പറഞ്ഞ പോലെ സ്നേഹവും അംഗീകാരവും എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ ചെറുപ്രായം മുതലേ നമ്മളെ ഈ മാറ്റി നിർത്തുമ്പോൾ, കൊച്ചു പിള്ളേർ സ്കൂളിൽ ചെല്ലുമ്പോൾ മാറ്റും, പിള്ളേരുടെ ഇടയിൽ ഒരാളെ മാറ്റും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അയ്യോ അങ്ങനൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ഉണ്ടാവും. അപ്പനമ്മ മാറ്റം, മറ്റേത് ഉണ്ടാവും. അല്ലെങ്കിൽ ജനിച്ചു വളർന്ന ആള്, സമൂഹം, നമ്മുടെ വീട്ടുകാർ തന്നെ നമ്മളെ തിരസ്കരണം, റിജക്ഷൻസ് ഉണ്ടാവും. ഈ റിജക്ഷൻസ് ഉണ്ടാവുന്നതും നമുക്ക് എന്തോ ആയി മാറും? മുറിവുണ്ടാവും. ഒത്തിരി ബൈബിളിൽ സംഭവങ്ങളുണ്ട്. പക്ഷെ നീ എത്ര തിരസ്കരിക്കപ്പെട്ടാലും നിന്നെ അംഗീകരിക്കുന്ന ദൈവമുണ്ട്. ഞാൻ ഇത് പറഞ്ഞത് മുറിപ്പെട്ട് ജീവിക്കാനല്ല, ഞാൻ ഈ പ്രയലോട്ട് കിടക്കുക. കാരണം ഇത് ഭയങ്കര വലിയ വിഷയമാണ്. ഞാൻ വേറൊരു സമയം, കാരണം സൺഡേകളെ കൊണ്ട് തീരുന്ന സമയമല്ല. നിർത്തി പറഞ്ഞു ഈ പറഞ്ഞ ഓരോ വിഷയത്തിനും പ്രാർത്ഥിച്ചു. പക്ഷെ ഒന്ന് കാര്യം പറഞ്ഞ് നമ്മൾ ഇനി ഒരു 5 മിനിറ്റ് ഇനി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. റിജക്ഷൻ, തള്ളിമാറ്റം. പക്ഷെ യേശു മരിച്ചപ്പോൾ എങ്ങനാ? യേശു അവസാനം പറഞ്ഞ വാക്കൊരു വാക്ക്, ഏലി ഏലി ലമ്മ ശബക്ത, എന്റെ ദൈവമേ കൈവിട്ടെന്ന് ഉറക്കം നിലവിളിച്ച്. നമ്മുടെ കർത്താവ് തിരസ്കരണം അനുഭവിച്ചെന്താ അറിയാമോ? തിരസ്കരിക്കപ്പെട്ട നമ്മെ തിരിച്ചു പിടിക്കാനാണ്. ആരെങ്കിലും തിരസ്കരണം ജനനം മുതൽ അനുഭവിക്കുന്നെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ, സത്യം പറഞ്ഞ ആ ഓരോ വീടിലും അരമണിക്കൂർ നിന്ന് അതിന്റെ എല്ലാ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകണം. അത് വേറെ ദിവസം നിയോഗം പോലെ ചെയ്യാം. എനിക്ക് തുടക്കം ഒന്ന് ഇട്ട് തരാം. അടുത്തത് 4ാമത് നമുക്ക് മുറിവുണ്ടാകുന്ന സംഭവം, ഷോക്കിംഗ് ഇൻസിഡൻസ്. ചില മരണങ്ങളാകാം, ചില പ്രോബങ്ങളാവാം, ചില നഷ്ടങ്ങളാകാം. ഇതൊക്കെ നമുക്ക് എന്തോ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഓർത്ത് ഞാൻ പറഞ്ഞ ആ സംഭവം, ഒരാൾ പോയപ്പോ ഇതുപോലെ പലതും നമ്മുടെ മണ്ണിൽ സമ്മതിച്ചു കൊടുക്കരുത്. ഓക്കെ, ഏറ്റവും വലിയ വിഷയമാണ് ഈ മരണം. ഒരു ഏറ്റവും വേണ്ടപ്പെട്ട മരണം, അത് ഇച്ചിരി ഷോക്കിംഗ് ഇൻസിഡന്റാ. ഇച്ചിരി സമയം എടുക്കും. ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി. ആത്മാവ് അതിനെ ഡീൽ ചെയ്ത് ആ വേദന എടുത്തു മാറ്റും. നടന്നുപോയത്, സംഭവിച്ചല്ലോ, നഷ്ടം. പത്രോസിന് അങ്ങനെ ഉണ്ടായിരുന്നു. യേശുവിനെ തള്ളി പറഞ്ഞല്ലോ. ആദ്യം ആവേശം, ഞാൻ കോഴി ഊന്നതിന് ഒരു വിഷയമല്ല, ഞാൻ തള്ളി പറഞ്ഞില്ല. പക്ഷെ കോഴി ഊന്നതിനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? തള്ളി. പക്ഷെ അതീവ വേദനയോടെ പത്രോസ് പോയെന്നാ പറഞ്ഞു. പക്ഷെ മറ്റവൻ പോയി. യൂദയ്ക്കും അങ്ങനെ പറ്റി. പക്ഷെ അവൻ പോയി നേരെ എന്ത് ചെയ്തു? യൂദ എന്ത് ചെയ്തു? അവൻ ഇന്നർ ഹീലിംഗ് കിട്ടിയില്ല, സൗഖ്യമാവാൻ നിന്നില്ല, അവൻ ചത്തു. പക്ഷെ പത്രോസ് നിന്നു കൊടുത്തു. കടലിന്റെ തീരത്തിൽ യേശു തന്നെ ഇറങ്ങി വന്ന്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അവന് വേണ്ടത് കൊടുത്ത് 3 പ്രാവശ്യം ചോദിച്ച് അവനെ സൗഖ്യത്തിലേക്ക് നടത്തി.
ആ പത്രോസിനെ പിന്നെ ഫലമുള്ളവനാക്കി. നമ്മുടെ ജീവിതത്തിൽ മുറിയപ്പെടാം, നഷ്ടങ്ങൾ സംഭവിക്കാം. ഒരിക്കലും ചിന്തിക്കും, പത്രോസ് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം യേശു എടുത്തല്ല. പക്ഷെ അത് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം നമുക്ക് നടന്ന ഭയങ്കര വേദന, അതിന് തിരിച്ചു കയറാൻ ഭയങ്കര വേദന. പക്ഷെ കർത്താവ് അവനെ സൗഖ്യമാക്കി കൊടുത്തു. പക്ഷെ യൂദ നിന്നു കൊടുത്തില്ല. അവൻ ആ വേദനയിൽ പോയി, അവനും വേദന ഉണ്ടായി, പക്ഷെ അവൻ ലൈഫ് തീർത്തു. ഞാൻ ഈ രണ്ട് വ്യത്യാസം നോക്കി. പക്ഷെ അതേ പത്രോസ് തള്ളി പറഞ്ഞിട്ടും നിന്ന് പെന്തക്കോസ്ത് നാളിൽ ഒരു കീ തുറന്ന്, താക്കോൽ തുറന്ന് 3000-ലക്കന ആൾക്കാരെ സഭയെ കയറ്റി, അടുത്തത് 5000 കയറ്റി ഒരു വലിയ സ്ഥാനത്തേക്ക് ദൈവം ഒരു അപ്പോസ്തലത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മനസ്സിലാക്കണോ, നീ എത്ര തള്ളപ്പെട്ടവനാണെങ്കിലും, നീ ഒറ്റപ്പെട്ടവനാണെങ്കിലും, എത്ര മനസ്സിന് മുറിവുള്ളവനാണെങ്കിലും, നിന്നെ ഉയർത്തി സൗഖ്യമാക്കി മുന്നേറ്റം കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. എല്ലാവരും ശ്രദ്ധിച്ച്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല എന്ന് സങ്കീർത്തനം 51 പറയാം. ഞാനിപ്പോൾ പറയാം, പ്രാർത്ഥിക്കാൻ പോവാ. ആരോടെങ്കിലും ക്ഷമിക്കാവുണ്ടെ നിങ്ങൾ ക്ഷമിച്ചേക്ക്. പാസ്റ്റർ അങ്ങനെ പറയാന്നൊക്കെ പറയാം. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിടുതല. ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇമോഷൻസ്, ഇതെല്ലാം ദൈവം സൗഖ്യമാക്കാൻ ആഗ്രഹിക്കും. ഇന്ന ആഗ്രഹങ്ങൾക്ക് നടന്നില്ലല്ലോ, അയ്യോ അങ്ങനെ ഇനി വെച്ചോണ്ടിരിക്കരുത്. ഇനി നല്ലത് പുതിയത് ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. തിരസ്കരണം കിട്ടി, എനിക്ക് സ്നേഹം കിട്ടിയില്ല, ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിനക്ക് തിരിച്ചു വരാം. അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം, എൻ്റെ സൗന്ദര്യം, എൻ്റെ രീതിയിൽ എനിക്ക് കഴിവില്ല, എന്നെ അവർ പഠിപ്പിച്ചില്ല, എന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, എൻ്റെ അപ്പൻ എന്നെ സഹായിച്ചില്ല, അമ്മയെ സഹായിച്ചില്ല, വർഷം 25 കഴിഞ്ഞു, എന്നെ ആ കല്യാണത്തിന് കെട്ടിച്ചു വിട്ടായിരുന്നു, എൻ്റെ ജീവിതം ശരിയായി, ഇത് ഞാൻ നരകിച്ച് എൻ്റെ വീട്ടിൽ നിൽക്കുക, സ്നേഹമില്ല, കാര്യമില്ല, ഒക്കെ ഇതൊക്കെ സംഭവിച്ചു. പക്ഷെ നിന്നെ സൗഖ്യത്തിലേക്ക്, നിന്റെ മനസ്സിനെ സൗഖ്യമാക്കി നിന്നെ വിടുതലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സ് തകർന്നിരിക്കാനല്ല, ആ മനസ്സ് തകർന്നവരെ കർത്താവ് സൗഖ്യമാക്കാം. ഹല്ലേലൂയ. പുറത്ത് മുറിവ് വന്ന, ഞാൻ പറഞ്ഞില്ലയോ, ഈ ബോഡിയിൽ മുറിവ് വന്ന ബാൻഡേജ് ഇടാൻ, ഇതെന്തൊക്കെയൊക്കെ ചെയ്യാം. ആശുപത്രി കൊണ്ടുവന്ന ഓർത്തോ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ മനസ്സിൻ്റെ അകത്തെ മുറിവറ്റിക്ക് ഒരു ഓർത്തോയ്ക്കും ഒരു മെഡിക്കൽ സയൻസിന് ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ അടുത്ത 5 മിനിറ്റ് വിട്ടു തരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്താൽ ആത്മാവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ആരോടെങ്കിലും വൈരാഗ്യം, തീർച്ചയായും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോ, അങ്ങനെയൊക്കെ വിട്ടുകളാ, പരിശുദ്ധാണ് വിട്ടുകൊടുക്കുക. ഈ പാട്ടിന്റെ ചിലരെ, ഓ കർത്താവേ അശുദ്ധിയും എല്ലാം ചാരമാകട്ടെ. ഇനി 1-2 മിനിറ്റുകൾ ദൈവാത്മാവിന് നിങ്ങൾ വിട്ടുകൊടുക്കുക. ഇവിടെ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ച്, മനസ്സ് തുറന്ന്, ഹല്ലേലൂയ. 1 മിനിറ്റ് പാട്ടുന്നതിന് മുമ്പ് ഞാനിപ്പോ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകും. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് മനസ്സിലേറ്റ എല്ലാ മുറിവുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. നെഞ്ചത്തോട്ട് കൈവച്ച് യേശുവിന്റെ മനസ്സുകളും ചിന്താമണ്ഡലങ്ങളും ജനിച്ച നാൾ മുതൽ, ഉദരത്തിലായി മുതൽ അൺവാണ്ടഡാണ്, സ്നേഹം കിട്ടാതെ റിജക്ഷനോടെ പലതും വളർന്ന് മുറിവിട്ട്, പലരും പറഞ്ഞ വാക്കുകൾ, ചില ഇൻസിഡന്റുകൾ, ചില ഓർമ്മകൾ, ചില സംഭവിച്ചു പോയതെല്ലാം വാക്കുകളും പ്രവൃത്തികളും ചിന്തകളുമായി മുറിയപ്പെട്ട മനസ്സുകൾ ഫ്രീ ആകട്ടെ. അതിനകത്ത് അഭിഷേകത്തിന്റെ തൈലം കൊണ്ട് മുറിവിന്റെ മേൽ, ഹല്ലേലൂയ, നല്ല ശമരിയക്കാരൻ എണ്ണയും വീഞ്ഞും ഒഴിച്ചതുപോലെ ആത്മാവ് ഒഴിച്ച് കർത്താവേ ചില മുറിവുകൾ ഉണങ്ങട്ടെ, ചില മുറിവുകൾ ഉണങ്ങട്ടെ. ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണേ. ക്ഷമിച്ചേ മനഃപൂർവ്വമായി ക്ഷമിച്ച ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചില ക്ഷമകൾ നടക്കണം, ചില വൈരാഗ്യങ്ങൾ വിട്ടുകളയണം, ദേർഷ്യങ്ങൾ വിട്ടുകളയണം. നിങ്ങളുടെ സ്വഭാവത്തെ ദൈവം മാറ്റാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. മനസ്സുകളെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് പ്രാർത്ഥിച്ചപ്പോ ചില മുറിവുകൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജനത്തെ തൊടട്ടെ, മനസ്സിനെ തൊടട്ടെ. ചില മനസ്സുകൾ സൗഖ്യമാവട്ടെ, മനസ്സിന്റെ മുറിവുകൾ സൗഖ്യമാവട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. മനസ്സിന്റെ മുറിവുകൾ കർത്താവിനോട് പറ. Holy Spirit, minister to your people right now. യേശുവേ, ഒരിക്കൽ കൂടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ.
പരിശുദ്ധ